കാപ്പി ഇനങ്ങളാണ് കേട്ടോ. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. അതിനകത്ത് അറബിക്ക മുന്തിയ ഇനം വിളയായ അറബിക്കയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്നുകൂടി പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ 10th പ്രിലിംസ് എക്സാമിന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 100 ചോദ്യങ്ങളുടെ വിശകലനവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. 100 ചോദ്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കത്തില്ല. ആദ്യത്തെ 70 ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 30 ചോദ്യങ്ങൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 70 ചോദ്യങ്ങൾ നമ്മൾ എടുത്തേക്കുന്നത് 2024 ഇപ്പോൾ നമ്മുടെ ഈ വർഷം ഏറ്റവും അവസാനം നടന്ന ചോദ്യങ്ങളാണ്. അവസാനം നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ ആദ്യം ഉൾപ്പെടുത്തി, പിന്നെ പുറകോട്ട് അടുത്ത പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് 70 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്, ഏറ്റവും റീസെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടി. പിന്നെ ഉള്ള 30 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രതീക്ഷയ്ക്ക് വകയുള്ള, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒട്ടും നേരം കളയുന്നില്ല, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു 10th ലെവൽ പരീക്ഷയിൽ ചോദിച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. നമുക്ക് എവിടെയും സോഴ്സ് പോലും ഇല്ലായിരുന്നു. ഇതിന്റെ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ 10, +1, +2 ബുക്കിനകത്തൊന്നും ഈ ഒരു സാധനത്തെ പറ്റി പറയുന്നില്ല. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖലയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, മസ്കറിൻ ഹൈ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ആൻസർ. മസ്കറിൻ ഹൈ. ഇത് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ മാത്രം ഒരു എക്സ്പ്ലനേഷൻ തരാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കുക, 1 മിനിറ്റിനകത്ത് പറയാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ മഴ ലഭിക്കുന്ന മൺസൂണിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ പടിഞ്ഞാറൻ തീരത്ത് മഴ ലഭിക്കുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് എന്നെ വിളിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ഒരു ഉച്ചമർദ്ദ മേഖലയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഈ മർദ്ദ മേഖല കാരണം എവിടെ മഴ കിട്ടുന്നു? ഇന്ത്യയുടെ പടിഞ്ഞാറ്. ഇവിടെ നോക്ക്, ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമതലത്തിൽ ഈ ഉച്ചമർദ്ദം കാരണം മഴ കിട്ടുന്നു. നോക്കിക്കോ, മൺസൂൺ എപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ സമയം ഏതാണ്? ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് അല്ലെ? അതായത് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തേക്ക്, ഇന്ത്യ ഉത്തരാർദ്ധ ഗോളത്തിലാണെന്നറിയാമല്ലോ. ഈ ഭാഗത്തേക്ക് സൂര്യപ്രകാശം ലംബമായി പതിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഈ ഉത്തരാർദ്ധ ഗോളത്തിലെ പ്രത്യേകിച്ച് ഉത്തരായന രേഖ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് ചൂടാകും. മാർച്ചിന് ശേഷമുള്ള സമയം, മാർച്ച് 21 ശേഷമുള്ള സമയം. അത് കാരണം ഇവിടെ ഒരു ലോ പ്രഷർ, ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളും. എവിടെയായിട്ട്? ഇന്ത്യയുടെ ഈ മധ്യഭാഗത്തൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു അക്ഷാംശം ഉത്തരായന രേഖയ്ക്ക് അടുത്തൊക്കെ ആയിട്ട് ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളും. ഇതേ കാലയളവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉച്ചമർദ്ദമാണ്. കാരണം സൂര്യന്റെ ലംബമായ പ്രകാശരശ്മികൾ ഉത്തരാർദ്ധ ഗോളത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞുള്ള രശ്മികളെ പതിക്കത്തുള്ളൂ. ചൂട് കുറയും, അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഈ മർദ്ദ വ്യതിയാനം, ഈ പെട്ടെന്നുള്ള അല്ലെങ്കിൽ സമയമെടുത്ത്, അല്ലെങ്കിൽ ഈ രണ്ട് ഗോളങ്ങളിലും ഉണ്ടാകുന്ന ഈ ഉച്ചമർദ്ദ ന്യൂനമർദ്ദ വ്യതിയാനം കാരണം ഈ പറഞ്ഞ ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അവിടുന്ന് ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശാനായിട്ട് തുടങ്ങും. ഈ കാറ്റ് ഭൂമധ്യരേഖ മറികടന്ന് കോറിയോലിസ് പ്രഭാവത്തിന്റെ സ്വാധീനത്താൽ ഇന്ത്യയിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ടായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഹൈ പ്രഷർ ഉണ്ടായതുകൊണ്ടാണ്. ആഫ്രിക്കയ്ക്കും മഡഗാസ്കറിനൊക്കെ ഇടയിലായിട്ട്, അല്ലെങ്കിൽ മഡഗാസ്കറിനൊക്കെ അടുത്തായിട്ടുള്ള മസ്കറിൻ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഒരു ദ്വീപസമൂഹമുണ്ട്. അവിടെയൊക്കെ വലിയ അളവിൽ ഹൈ പ്രഷർ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത്. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യേകിച്ച് മസ്കറിൻ ദ്വീപുകളുടെ അടുത്തുണ്ടാകുന്ന ഹൈ പ്രഷർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മസ്കറിൻ ഹൈ. എന്താ വിളിക്കുന്നത്? മസ്കറിൻ ഹൈ. ഇത് എന്തിന് കാരണമാകുന്നുണ്ട്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാരണമാകുന്നുണ്ട്. അത് കാരണം എവിടെ മഴ ലഭിക്കുന്നുണ്ട്? പടിഞ്ഞാറൻ തീരസമതലത്തിൽ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ മഴ ലഭിക്കുന്നുണ്ട്. സോ മസ്കറിൻ ഹൈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ രൂപപ്പെടാൻ കാരണമാകുന്ന ഒരു ഉച്ചമർദ്ദത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ഉച്ചമർദ്ദ അവസ്ഥയുടെ പേരാണ് മസ്കറിൻ ഹൈ. രണ്ടാമത്തെ ചോദ്യം, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യം. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ശരിയായിട്ട് വിവരിക്കുന്ന ഏതാണ്? ഡെക്കാൻ ട്രാപ്പിനെ പറ്റി ശരിയായിട്ട് വിവരിക്കുന്നത് എന്താണ്? ഡെക്കാൻ ട്രാപ്പ് എന്ന് ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഡെക്കാൻ പീഠഭൂമി എവിടെയായിട്ട്? ഡെക്കാൻ പീഠഭൂമി അറിയാമല്ലോ, നർമ്മദയ്ക്ക് താഴെയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യ സത്പുര നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നർമ്മദയ്ക്ക് താഴെയുള്ള പീഠഭൂമി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സത്പുരയ്ക്കും പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കുള്ള പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി.
ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ ഷീറ്റുകളുടെ വലിയ കോൺസെൻട്രേഷൻ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലാവ ശിലകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെക്കാൻ ട്രാപ്പ് മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത്. പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ്. അവശിഷ്ട പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സെഡിമെന്ററി റോക്കാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. സെഡിമെന്ററി റോക്കിൽ നിന്നാണോ ഇതുണ്ടായത്? അല്ല, ലാവാ ശിലകളാണ്. അതുകൊണ്ട് ആഗ്നേയ ശിലകളായിരിക്കും അല്ലേ? കാലഘട്ടം പറഞ്ഞിരിക്കുന്നതൊക്കെ ഏകദേശം ശരിയാണ്. മെസോസോയിക് കാലഘട്ടത്തിലാണ് ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ മിസോസോയിക് കാലഘട്ടത്തിനകത്ത് തന്നെ വീണ്ടും ക്രെട്ടേഷ്യസ്, ജുറാസിക്, ട്രയാസിക് എന്നൊക്കെ പേരിൽ പിന്നെയും ഉപകാലഘട്ടങ്ങളുണ്ട്. അതിലെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് മിസോസോയിക്കിനകത്ത് ഉൾപ്പെടുന്ന ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത് എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അവിടെ ഒന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. അഗ്നിപ്രവിശ്യ എന്ന് പറയുന്നുണ്ട്. അതായത് ആഗ്നേയ ശിലകളുടെ ഒരു മേഖല. അഗ്നിയുടെ മേഖല എന്ന് പറയുമ്പോൾ ആഗ്നേയ ശിലകളുടെ മേഖല എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഹിമാലയ സമയത്ത് അല്ല, ഹിമാലയത്തിന്റെ രൂപീകരണത്തിനൊക്കെ എത്രയോ മുമ്പ് ഇതുണ്ടായി. ഈ പറഞ്ഞ നമ്മുടെ പീഠഭൂമി, ഉപദ്വീപ പീഠഭൂമിയിലെ ഡെക്കാൻ പീഠഭൂമിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഹിമാലയമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. തൃതീയ കാലഘട്ടത്തിൽ ഹിമാലയം ഉണ്ടായ സമയമാണ് തൃതീയ കാലഘട്ടം, ടേർഷറി പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. ടേർഷറി പീരീഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്നൊന്ന് പഠിക്കാം. ഒന്ന്, ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഡെക്കാൻ പീഠഭൂമിയും ഡെക്കാൻ ട്രാപ്പും ഒക്കെ ഉണ്ടായി. അത് ഏത് കാലഘട്ടമാണ്? സെനോസോയിക് എന്നറിയപ്പെടുന്ന ഒരു പീരീഡിലെ ടേർഷറി കാലഘട്ടത്തിലാണ് ഹിമാലയമൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. മറ്റേത് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ ട്രാപ്പും ഒക്കെ മെസോസോയിക് കാലഘട്ടത്തിലെ ക്രെട്ടേഷ്യസ് പീരീഡിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇത്രയും തൽക്കാലം ഇവിടുന്ന് പഠിച്ചാൽ മതി, എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കണ്ട കേട്ടോ. ഇനി ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, തെറ്റാണ് വേണ്ടത്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ശരിയാണ്. ഉത്തരപർവ്വത മേഖല അങ്ങനെയുള്ള തരംതിരിക്കുന്നത്. ഇനി ഹിമാലയൻ നിരകളെ ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതും ശരിയാണ്. എവറസ്റ്റ് പോലെയുള്ള വൻപൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ്. തെറ്റാണ്. അതൊക്കെ ഹിമാദ്രിയിലാണ്. നാഗ, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. ഇതിനകത്താണ് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ സി, 3 മാത്രം അല്ലേ? എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ എവിടെയാണ്? ശിവാലിക്കിലാന്ന് പറയുന്നത് തെറ്റാണ്. അതൊക്കെ ഹിമാദ്രിയിലാണ്. 4, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് എന്താണ്? ട്രാൻസ് ഹിമാലയം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഏതാണ്? ഹിമാലയം ഉൾപ്പെടുന്നുണ്ട് ഉത്തരപർവ്വത മേഖലയിൽ. പിന്നെ ഏതാണ്? കിഴക്കൻ കുന്നുകൾ, പൂർവാചൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. ആരവല്ലി. ഇത് ഉപദ്വീപ പീഠഭൂമിയുടെ ഭാഗമാണ്. അറിയാമല്ലോ നമുക്ക്. ആരവല്ലി മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ആരവല്ലി. ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ. ഇതൊരു റെസിഡ്യുവൽ മൗണ്ടൻ ആണ്, അവശിഷ്ട പർവ്വത നിരയാണ് എന്ന് പറയുന്നു. ആരവല്ലി ഫോം ചെയ്തപ്പോൾ അതൊരു ഫോൾഡ് മൗണ്ടൻ ആയിരുന്നു, മടക്ക് പർവ്വതമായിരുന്നു. പിന്നീട് അതൊരു അവശിഷ്ട പർവ്വത നിരയായി രൂപം കൊണ്ടു. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ആരവല്ലിയുടെ താഴ്വരയിൽ നിന്ന്, പുഷ്കർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആരവല്ലിയുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ആരവല്ലിയിലാണ് മൗണ്ട് അബു ഉള്ളത്. ആരവല്ലി അതൊരു സുഖവാസ കേന്ദ്രമാണ്. ആരവല്ലിയിൽ ഉയരം കൂടി കൊടുമുടിയാണ് ഏത്? മൗണ്ട് ഗുരുശിഖർ. മറക്കരുത് ഇതൊന്നും കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റാണ് ചോദിച്ചേക്കുന്നത്, ശരിയല്ല. അതാണ് നമ്മൾ ആദ്യം കുഴപ്പിക്കുന്നത്. തെറ്റും ശരിയും പ്രത്യേകം ശ്രദ്ധിച്ചോണം. വലനം, ഫോൾഡിങ് കാരണമാണ് ഇത് രൂപം കൊണ്ടത്. ശരിയാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിയിടിച്ചപ്പോൾ ടെത്തിസ് എന്ന കടൽ മടങ്ങി എന്തുണ്ടായി? അതിൻ്റെ അടുത്തിട്ട് മടങ്ങി ഹിമാലയം ഉണ്ടായി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. യങ്ങസ്റ്റും ഓൾഡസ്റ്റും പറയാറുണ്ട് ഫോൾഡ് മൗണ്ടൈൻ. ഹിമാലയൊക്കെ യങ്ങസ്റ്റ് ആണ്, പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതനിരയാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടത്. രണ്ട് ഫലകങ്ങൾ കൂട്ടിയിടിക്കുന്ന അതിരുകളെയാണ് സംയോജക സീമ എന്ന് വിളിക്കുന്നത്. അപ്പം അവിടെയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് തെറ്റായ പ്രസ്താവന എന്ന് പറയാൻ പറ്റും. ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഡൗട്ടും വേണ്ട. മൗണ്ട് ഗേറ്റ് ഞാൻ ഓർക്കാനായിട്ട് പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്? മൗണ്ട് ഗേറ്റ് തുടങ്ങുന്ന കെയിലാണ്. അതുകൊണ്ട് തന്നെ കെയിൽ തുടങ്ങുന്ന പർവ്വതനിര ആലോചിച്ചോണം. കാരക്കോറം.
മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് POK ആണ്. ഇവിടെ അങ്ങനെ POK കൊടുത്തിട്ടില്ലല്ലോ. POK എന്ന് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാറക്കോറമാണ് ആൻസർ. മൗണ്ട് കെ2 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മൗണ്ട് POKയിലാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. 8661 മീറ്റർ എന്ന് SCRTയിലും 8611 മീറ്റർ എന്ന് ഇതിന്റെ യഥാർത്ഥ ഉയരവുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. SCRTക്കകത്ത് 61 ആണ് 11ന് പകരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ എങ്ങനത്തെ ശരിയായ വിശേഷണങ്ങൾ ഏതാണ്? പ്രസ്താവനകൾ. 1. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. ശരിയാണ്. എവറസ്റ്റും മൗണ്ട് കെ2വും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാഞ്ചൻജംഗയാണ്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയുള്ളത് ഇവിടെയാണ്. ശരിയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥയോട് കൂടിയ പർവ്വതാരോഹരെ അങ്ങോട്ട് കയറ്റിവിടുന്നത്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് തെറ്റാണ്. അത് മൗണ്ട് എവറസ്റ്റ് ആണ് നേപ്പാളിൽ സാഗർമാത. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര അല്ല, അത് അന്നപൂർണയാണ് അപകടകാരിയായ കൊടുമുടി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ മൗണ്ട് കെ2 വരുന്നത് അന്നപൂർണ കഴിഞ്ഞാൽ പിന്നുള്ളത് നംഗപർവ്വതമാണ് വരുന്നത്. അങ്ങനെ ഒരു കുറച്ചെണ്ണം കഴിഞ്ഞിട്ടാണ് കാഞ്ചൻജംഗയൊക്കെ അപകടകാരിയായി മാറുന്നത്. ആദ്യത്തെ അപകടകാരികളുടെ ലിസ്റ്റിനകത്തൊന്നും കാഞ്ചൻജംഗ ഇല്ല. സോ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 1ഉം 2ഉം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം. നെക്സ്റ്റ്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഹിമാചൽ പ്രദേശിനെ എങ്ങോട്ടാ? ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ബാരാലാച്ച, നാഥുല, റോഹ്താങ്, ബെനിഹൽ. നാഥുലയൊക്കെ നമുക്കറിയാമല്ലോ, സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ബെനിഹൽ അറിയാമല്ലോ, ജമ്മുവിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് അറിയാമല്ലോ, കുളു മണാലിനെ ലാഹുൽ സ്പിതി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ച ചുരം. ഏത് ചുരമാണ്? ബാരാലാച്ച ചുരം. ബാരാലാച്ച ചുരത്തിൽ നിന്നാണ് ചിനാബ് നദി, സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലാച്ച ചുരത്തിൽ നിന്നാണ് കേട്ടോ. ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ: ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സിക്കിം ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ. ഏതാണ് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത്? ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡിന് ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് ചുരക്ക് ലിപ്പുലേക്ക് ചുരം കേട്ടോ. ഉത്തരാഖണ്ഡിന് ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നു ലിപ്പുലേക്ക്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏതാണ്? അത് ഷിപ്കിലയാണ് അല്ലെ? ഷിപ്കിലയാണ്. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില ചുരത്തിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിക്കിമിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുലയാണ്. നാഥുല പഴയ പട്ടുതുണിപ്പാത സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചുരം. പിന്നെ ശ്രീനഗറിനെ കാർഗിലേക്ക് ബന്ധിപ്പിക്കുന്ന സോജിലയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, മറക്കരുത്, ലിപ്പുലേക്ക്. ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരം ലിപ്പുലേക്ക്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹിമാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ. എവിടെയാണ് സോൻമാർഗ് ഉള്ളത്? ജമ്മു കാശ്മീരാണ് കേട്ടോ. സോൻമാർഗ് എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. പഹൽഗാം ജമ്മു കാശ്മീരാണ്. സോനമർഗ് ജമ്മു കാശ്മീരാണ്. ഗുൽമർഗ് ജമ്മു കാശ്മീരാണ്. ഇനി ഷിംല ഹിമാചൽ പ്രദേശിലാണ്. നൈനിറ്റാള് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ മറന്നു പോകാതെ അത് കൃത്യമായിട്ട് ഓർക്കുക. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? 8 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. പറഞ്ഞതിനകത്ത് ഏതാ ഇല്ലാത്തത്? ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഇല്ലാത്ത ഏതാണ്? ഒഡീഷ അല്ലെ? ബി, ഓപ്ഷൻ ബി ഒഡീഷ. 8 എണ്ണത്തിനകത്ത് ആര് വരുന്നില്ല? ഒഡീഷ. 23.5 ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെയാണ് ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നത്. എത്ര സംസ്ഥാനങ്ങളോട് അത് കടന്നു പോകുന്നുണ്ട്? 8 സംസ്ഥാനങ്ങൾ. കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അതിനകത്ത് ഇല്ലാത്തത് ഒഡീഷ. നെക്സ്റ്റ്, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നോക്കിക്കോണേ. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ഉത്തര മഹാസമതലത്തിലാണ് ഗംഗാ സമതലവും വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. പഞ്ചാബ് ഹരിയാന കഴിഞ്ഞിട്ടാണ് ഗംഗാ സമതലം, അത് കഴിഞ്ഞിട്ടാണ് ആസാം സമതലം. കിഴക്കായിട്ടാണ്, അതിന്റെയും കിഴക്കാണ് ആസാം സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ശരിയാണ് അല്ലെ? ആ ബംഗ്ലാദേശിന്റെ അവിടം വരെ അതിർത്തിയാണ്. ബംഗ്ലാദേശ് വരെ ഇതിന്റെ അതിർത്തി വരുന്നുണ്ട്. കാരണം വെസ്റ്റ് ബംഗാൾ കൊണ്ടാണ് അവസാനിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ പിന്നെ ബംഗ്ലാദേശുള്ള, അപ്പോൾ അതിർത്തിയുണ്ട്. പിന്നെ പടിഞ്ഞാറ് യമുന നദിയുടെ ഭാഗം വരെ ഇതിന്റെ അതിർത്തി വരുന്നുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇല്ല, പഞ്ചാബ് ഹരിയാന സമതലത്തിന് തെക്ക് വരുന്നത് മരുസ്ഥലി ബാഗർ സമതലമാണ് വരുന്നത്. മരുസ്ഥലി ബാഗർ. അങ്ങനെ വരുമ്പോൾ 1ഉം അതുപോലെ തന്നെ 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി അല്ലെ? 1ഉം 2ഉം ശരിയാണ്. എന്തുകൊണ്ട് ഓപ്ഷൻ തെറ്റിന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടേ. എന്തുകൊണ്ട് ഓപ്ഷൻ ശരിയാകുന്നു ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ച് അത് ആൻസർ ക്യാച്ച് ചെയ്തെടുത്തോണം.
ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. എന്താ ചോദ്യം അല്ലേ? എക്കൽ മണ്ണ്. ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി അലൂവിയം അടിഞ്ഞുകൂടിയാണ് എന്താണ് ഉത്തര മഹാസമുദ്രത്തിൽ എക്കൽ മണ്ണ് നിറഞ്ഞത്. പഴയ എക്കലിനെ എന്ത് വിളിക്കാം? ഭാബർ, അല്ലെങ്കിൽ പഴയ എക്കലിനെ ഭംഗർ, ഭാബർ അല്ല ഭംഗർ എന്നും പുതിയ എക്കലിനെ ഖാദർ എന്നും വിളിക്കുന്നു. ഇവിടുത്തെ ഉത്തര മഹാസമുദ്രത്തിലെ പുതിയ എക്കലാണ് ഖാദർ. പഴയ എക്കൽ ഭംഗറാണ്, ബലഭൂഷ്ടമായിട്ടുള്ള എക്കലാണ് ഖാദർ, പുതിയ എക്കലാണ് ഖാദർ. കേട്ടോ. ഇനി വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? കാൽബൈശാഖി, ലൂ, വാണിജ്യ കാറ്റുകൾ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഏതാണ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ്? ലൂ ആണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വേനൽക്കാലത്ത് വീശുന്ന ചൂട് കാറ്റാണ്, ഉഷ്ണക്കാറ്റാണ് ലൂ, അല്ലേ? നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്കാണ് ഇത് വീശുന്നത്. ഡൽഹിക്കും പാട്നയ്ക്കും ഇടയ്ക്ക് ഇത് ഉഷ്ണകാലത്തിന്റെ താപനില വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആര്? ലൂ എന്ന് പറയുന്ന കാറ്റ്. വരണ്ട കാറ്റാണ്, ഈർപ്പമില്ലാത്ത വരണ്ട കാറ്റാണ്, ചൂട് അഗ്രവേറ്റ് ചെയ്യുന്നു, ഉയർത്തുന്ന കാറ്റാണ്. കേട്ടോ. അപ്പൊ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? ലൂ ആണ്. വാണിജ്യ കാറ്റുകൾ എവിടെയാണ്? വാണിജ്യ കാറ്റുകൾ, വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 0 ഡിഗ്രി ഭൂമധ്യരേഖാ പ്രദേശം ലക്ഷ്യമാക്കി വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. കാൽബൈശാഖി 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മുടെ പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് കാൽബൈശാഖി എന്ന് എടുത്തു പറയുന്നുണ്ട്. കൊടുങ്കാറ്റും ആലിപ്പഴ വീഴ്ചയും അതേപോലെ തന്നെ ഇടിമിന്നലും ഒക്കെ ഈ ഒരു കാൽബൈശാഖിയുടെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ് എന്നും പുസ്തകത്തിൽ ഒരു ബോക്സിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ എന്നാണ് ചോദിച്ചേക്കുന്നത്. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മാംഗോ ഷവറാണ്. പക്ഷെ മാംഗോ ഷവർ എന്താണ്? വേനൽ മഴയാണോ? മാംഗോ ഷവർ മാമ്പഴക്കാറ്റ് എന്നാണ് +1 ടെക്സ്റ്റിനകത്ത് മാംഗോ ഷവറിന്റെ പരിഭാഷ. അതായത് മൺസൂൺ കാലത്തിന് മുമ്പുള്ള വേനൽക്കാലത്ത് ഇന്ത്യയിൽ ലഭിക്കുന്ന, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലും കർണാടകയിലും ഒക്കെ ലഭിക്കുന്ന പ്രാദേശിക വാദത്തിന്റെ പേരാണ് മാംഗോ ഷവർ. +1 പുസ്തകത്തിലും 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലും എല്ലാം കൃത്യമായിട്ട് ഇത് പ്രാദേശിക വാദമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അതല്ലാതെ കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഇവിടെ വേറെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഒന്നുമില്ല. ചിനൂക്കൊക്കെ അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിൽ. ലൂ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, കാൽബൈശാഖിനെ പറ്റിയും പറഞ്ഞു. പിന്നെ ഈ ഓപ്ഷനകത്ത് മാംഗോ ഷവർ മാത്രമേ ഉള്ളൂ. മാംഗോ ഷവർ കാരണം മാംഗോ ഷവർ ഒരു വേനൽ മഴയ്ക്ക് പകരം പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? പുസ്തകത്തിൽ ഇതിന് എടുത്തു പറഞ്ഞിട്ടുള്ളത് കാറ്റ്, പ്രാദേശികവാദം, ലോക്കൽ വിൻഡ്. കേരളത്തിലും കർണാടകയിലും ഒക്കെ വേനൽക്കാലത്ത് ലഭിക്കുന്ന ഒരു പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ കാറ്റ് വീശുമ്പോൾ മാങ്ങ പൊഴിയുന്നത് കൊണ്ടാണ് ഇതിന് മാംഗോ ഷവർ എന്നുള്ള പേരുള്ളത്. കേട്ടോ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം. ഇത് കുറെ പേർക്കെങ്കിലും തെറ്റിച്ചതാണ്. പുസ്തകത്തിൽ ബാമർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഉഷ്ണകാലത്തെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമായിട്ട് ബാമർ കൊടുത്തിട്ടുണ്ട്. ജയ്സാൽമീർ ആണ് ഇന്ത്യയിലെ ഉഷ്ണകാലം അല്ലാതെ ലോകത്തെ ഒരു വർഷത്തിലെ ഏതൊരു സമയം എടുത്താലും ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ജയ്സാൽമീർ ആണ്. ഉഷ്ണകാലം എടുത്തു കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലെ തന്നെ ബാമറാണ്. ഉഷ്ണകാലം പ്രത്യേകം സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലമായിട്ട് ഫലോഡിയെ പറ്റി പല റാങ്ക് ഫയലുകളും പറയാറുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ഏറ്റവും കൂടി താപനില രേഖപ്പെടുത്തിയ സ്ഥലം എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, മുങ്കേഷ്പൂർ, ഡൽഹി മുങ്കേഷ്പൂർ ആണ്. ഈ 2024 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഡൽഹിയിലെ മുങ്കേഷ്പൂർ. ഇതൊരു കറണ്ട് അഫയർ കണക്ട് ചെയ്തിട്ടാണ് ഈ ചോദ്യം അവർ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നത്. ക്ലിയർ? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? PSCയുടെ സ്ഥിര ചോദ്യങ്ങളിൽ ഒന്നല്ലേ ഇത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പ്രത്യേകമായിട്ട് ധാതുക്കളുടെ കലവറ, മിനറൽ ഹൗസ് ഓഫ് ഇന്ത്യ, ധാതു നിക്ഷേപ കലവറ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളാ. ഉത്തരപർവ്വത മേഖല, സമതലം, പീഠഭൂമി, തീരദേശം, അങ്ങനെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ചിലപ്പം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചിട്ട് ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, അങ്ങനെ പീഠഭൂമികൾ ഓപ്ഷൻ വരാം. അപ്പൊ ഏത് എഴുതിക്കോണം? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എഴുതിക്കോണം. ഇവിടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ചോദിക്കുമ്പോൾ ഏത് എഴുതിക്കോണം? ഉപദ്വീപ പീഠഭൂമി എഴുതിക്കോണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? മാൾവ, ആരവല്ലി, ചോട്ടാ നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി. ഏതാണ്? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം ഡെക്കാൻ പീഠഭൂമി.
ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി. ഗോദാവരിയും കൃഷ്ണയും കാവേരിയും ഒക്കെ ഒഴുകുന്ന പീഠഭൂമി. മനസ്സിലായില്ലേ? അതാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന അല്ലെങ്കിൽ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന PSCയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ ആനമുടി പറഞ്ഞിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമി നർമ്മദ നദിയാണ് ഡെക്കാൻ പീഠഭൂമിയെ അതിന് മുകളിലുള്ള മാൾവ പീഠഭൂമി ഉൾപ്പെടുന്ന മധ്യമേടുകളിൽ നിന്ന് വേർതിരിക്കുന്നത്. ഏത് നദിയാണ്? നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിൽ വരുന്ന നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയാണ്. സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ അതിരായിട്ട് വരുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഇന്ത്യക്ക് 2 തീരസമതലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പടിഞ്ഞാറൻ തീരസമതലവും അല്ലെ, 2 കിഴക്കൻ തീരസമതലവുമാണ് ഇന്ത്യക്ക് ഉള്ളത്. 2 തീരസമതലങ്ങൾ. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ആ ഒരു സ്ഥലം തൊട്ട് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. കിഴക്കൻ തീരസമതലം സുന്ദർബൻസ് ഡെൽറ്റ തൊട്ട് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കിഴക്കൻ തീരത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. കിഴക്കൻ തീരത്തിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് ആദ്യം അങ്ങ് പറയാം. കിഴക്കൻ തീരത്തിനകത്ത് വരുന്നത് കോറമണ്ടൽ തീരവും അതുപോലെ തന്നെ നോർത്തേൺ സിർക്കാർ, വടക്കൻ സിർക്കാറുമാണ് ഈ കിഴക്കൻ തീരത്തിൽ വരുന്നത്. ഇനി അതിൽ തന്നെ വടക്കൻ സിർക്കാർസിനകത്ത് ഒഡീഷയുടെ തീരത്തെ ഉത്കൽ തീരം എന്നുകൂടി വിളിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട്. ഉത്കൽ തീരം. ഇപ്പൊ കിഴക്കൻ തീരസമതലത്തിൽ വരാത്തത് ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആരൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൊങ്കൺ സമതലം വരുന്നില്ല. കൊങ്കൺ എവിടെ വരുന്ന? പടിഞ്ഞാറ്. ഇപ്പൊ പറഞ്ഞതിനകത്ത് എങ്ങും ഞാൻ കൊങ്കൺ പറഞ്ഞിട്ടില്ല. വടക്കൻ സിർക്കാർസ് പറഞ്ഞിരുന്നു കിഴക്കൻ തീരത്തിൽ. കോറമണ്ടൽ തീരത്തെ പറ്റി പറഞ്ഞിരുന്നു കിഴക്കൻ തീരത്തിൽ. സുന്ദരവനം തൊട്ടാ തുടങ്ങുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് അല്ലെ ഇവിടെ. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ? കൊങ്കൺ തീരമാണ് കിഴക്കൻ തീരത്തിൽ വരാത്തത്. അപ്പൊ കൊങ്കണൊക്കെ എവിടെ വരുന്നേ? കൊങ്കണൊക്കെ പടിഞ്ഞാറൻ തീരത്താണ് വരുന്നേ അല്ലെ. പടിഞ്ഞാറൻ തീരത്തെ 3ആയി തരംതിരിക്കുകയാണ്. മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. അങ്ങനെ 3ആയി തരംതിരിക്കുന്നു. മലബാർ, കൊങ്കണ്, ഗുജറാത്ത് അങ്ങനെ 3ആയി തരംതിരിക്കുന്നു. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഏതാണ്? വിശാഖപട്ടണം. ഹൂഗ്ലിയിലാണോ? അല്ല. ചെന്നൈ തുറമുഖം ആണോ? അല്ല. പിന്നെ ഏതാണ്? മുംബൈ ആണോ? അല്ല. പിന്നെ ഏത് വരും? കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ചോദിക്കുമ്പോൾ ഏതാണ്? കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ പ്രത്യേകത അറിയാമല്ലോ. ഹൂഗ്ലി നദി ഏത് നദിയുടെ കൈവഴിയാണ്? ഗംഗാ നദിയുടെ കൈവഴിയാണ് ഇത് ഹൂഗ്ലി നദി കേട്ടോ. ഗംഗാ നദിയുടെ കൈവഴിയാണ് ആര്? ഹൂഗ്ലി നദി. പോഷക നദിയല്ല, കൈവഴി, പിരിഞ്ഞൊഴുകുന്ന നദി. കൊൽക്കത്ത പട്ടണം ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഹൂഗ്ലി നദിയുടെ കുറുകെ ധാരാളം തൂക്കുപാലങ്ങൾ അല്ലെ. നമ്മുടെ ബംഗാളിൽ ധാരാളം തൂക്കുപാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല ഹൗറ ബ്രിഡ്ജ് ഉൾപ്പെടെ പല തൂക്കുപാലങ്ങളും ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എങ്ങനത്തെ ചോദിച്ചേക്കുന്നത്? തെറ്റാണോ ശരിയാണോ? ശരിയായിട്ടുള്ള എന്തിനെ പറ്റിയാ? കിഴക്കൻ തീരം. ഇപ്പം കൊണ്ട് നമ്മൾ പടിഞ്ഞാറൻ തീരത്തെ കിഴക്കൻ തീരത്തെ പറ്റി അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളായിരുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്കാണോ കിഴക്കൻ തീരം? അല്ല. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കാണ് വരുന്നത് അല്ലെ. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ശരിയുള്ളത് മാത്രം നമുക്ക് ശരിയിടാം. താരതമ്യേന വീതി കുറവ് അല്ല. ഇതിന്റെ നമ്മുടെ താരതമ്യേന വീതി കുറവെന്ന് പറയുന്നത് കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണ് അല്ലെ. കിഴക്കൻ തീരസമതലത്തിൽ വീതി കൂടുതലാണ്. അപ്പൊ ഇതും തെറ്റ്. ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരമാണ് കിഴക്കൻ തീരം. ശരിയാണ്. ഗോദാവരിയുടെയും കൃഷ്ണയുടെ ഒക്കെ ഡെൽറ്റകൾ ഉള്ളത് കിഴക്കൻ തീരത്താണുള്ളത്. സുന്ദർബൻസ് ഡെൽറ്റ ഉള്ളത് കിഴക്കൻ തീരത്താണുള്ളത്. ഈ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. 3ഉം 4ഉം ശരിയാണ്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി നോക്ക്. ഓപ്ഷൻ ബി 3, 4 ശരി കേട്ടോ. ഓപ്ഷൻ ബി 3, 4 ശരി, 1, 2 തെറ്റ്. ശരിയായ പ്രസ്താവനകൾ. ഇനി 2003 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കൽ ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കൽ എന്ന് വിളിക്കുന്നത് ഏത് തീരത്തെയാണ്? ഒഡീഷയുടെ തീരത്തെ പ്രാദേശികമായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ഉത്കൽ. അങ്ങനെ വരുമ്പോൾ ഉത്കല വിമാനത്താവളം 2023 ഉദ്ഘാടനം ചെയ്ത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. കിഴക്കൻ തീരത്ത് വരുന്ന ഒഡീഷയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു പേരാണെന്ത്? ഉത്കൽ. കിഴക്കൻ തീരത്ത് വരുന്ന ഒഡീഷയുടെ പ്രാദേശികമായ ഒരു പേരാണെന്ത്? ഉത്കൽ. അപ്പോൾ ഉത്കല വിമാനത്താവളം എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് ഈ അടുത്തും കഴിഞ്ഞ ദിവസം നടന്ന LGSന് ചോദ്യം ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ്. ശരിയാണ്. 3.28 ദശലക്ഷമാണ് ഇന്ത്യയുടെ ടോട്ടൽ വിസ്തൃതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. തെറ്റാണ് അല്ലെ.
ഇന്ത്യയിൽ 29 അല്ല 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ശരിയാണ്. സോ ഇവിടെ ഏതാണ് 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. ഓപ്ഷൻ സി കണ്ടോ. ശരിയായ പ്രസ്ഥാനങ്ങൾ ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാമത്തെ സ്ഥാനം, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേട്ടോ. ഈ 2 പോയിന്റുകൾ മാത്രമാണ് ശരി. 29 സംസ്ഥാനമില്ല, 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതേത്? രാജസ്ഥാന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, പഞ്ചാബിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, ഗുജറാത്തിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ആർക്കാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി വരാത്തത്? ഓപ്ഷൻ സി ഹരിയാന. ആർക്കാണ്? ഹരിയാന. ഹരിയാനയ്ക്ക് മാത്രമാണ് പാകിസ്ഥാനുമായിട്ട് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് അതിർത്തി വരാത്തത് കേട്ടോ. ഇനി ഇന്ത്യയുടെ അതിർത്തി ക്രമപ്പെടുത്തുക. വീണ്ടും അതിർത്തി എന്നുള്ളൊരു ചോദ്യം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് കൊടുത്തിട്ടുണ്ട്. ഹിമാലയം, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കിഴക്ക് എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ. അപ്പോൾ 1 സിയിലേക്ക്. ഇനി പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ അറബിക്കടല് ഇന്ത്യയുടെ പടിഞ്ഞാറ്. തെക്കെന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം. വടക്കെന്ന് പറയുമ്പോൾ ഹിമാലയ പർവ്വതം. അപ്പോൾ 1 സിയിലേക്ക് 2 ഡിയിലേക്ക് നോക്കാം. 1 സിയിലേക്ക് 2 ഡിയിലേക്ക് അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്. അല്ല, ഇതിൽ ഓരോ ഓപ്ഷനേ ഉള്ളൂ അല്ലേ. 1 സിയിലേക്ക് പടിഞ്ഞാറ്, 2 ഡിയിലേക്ക് ഓപ്ഷൻ ബി അല്ലേ. 2 ഡി, പിന്നെ 3 ബി തെക്ക്, ആ ബി ശരിയാണ്. 4 എ ഹിമാലയ പർവ്വതം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ദുൽഹസ്തി, ഓപ്ഷൻ എ ദുൽഹസ്തി സംസ്ഥാന നദി കൊടുത്തേക്കുക. ഹിമാചൽ പ്രദേശ്, ചിനാബ്. ശരിയാണോ? ഇല്ല, ഇവിടെ തന്നെ തെറ്റി. ഒന്നാം തന്നെ തെറ്റി. ദുൽഹസ്തി, സലാല്, ബഗ്ലിഹർ ഇത് 3ഉം ചിനാബിലെ അണക്കെട്ടുകളാണ്. ഇത് 3ഉം ജമ്മു കാശ്മീരിലാണ്, ഹിമാചൽ പ്രദേശിലല്ല. അൽമാട്ടി ഡാം കർണാടക, കൃഷ്ണ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത കൂടെ നോക്കിയിട്ട് സർദാർ സരോവർ രാജസ്ഥാൻ, താപ്തി. രാജസ്ഥാൻ ശരിയാണ്, താപ്തി അല്ല, നർമ്മദയാണ്. സോ അതും തെറ്റി അല്ലേ, അതും തെറ്റി. ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, ഗോദാവരി. ശ്രീശൈലം എവിടെയാണ്? ശ്രീശൈലം ആന്ധ്രാപ്രദേശിലാണ്, പക്ഷേ കർണാടകയിലാണ്. ശ്രീശൈലം വരുന്നത് ഗോദാവരിയിലല്ല, കൃഷ്ണയിലാണ്. ഗോദാവരിയിലല്ല, കൃഷ്ണയിൽ. കൃഷ്ണയിലെ 2 നദികളാണ് ശ്രീശൈലവും നാഗാർജുന സാഗറും. അതിൽ ശ്രീശൈലം ആന്ധ്രാപ്രദേശിൽ, നാഗാർജുന സാഗർ ആന്ധ്ര തെലങ്കാന ബോർഡറിലുമാണ്. പക്ഷെ നദി ഏതാണ്? നദി ഇത് ഗോദാവരിക്ക് വളരെ കൃഷ്ണ വരണമായിരുന്നു. അപ്പൊ ഇനിയുള്ളത് ഏതാണ്? അൽമാട്ടിയാണ്. ശരിയാണ്, അൽമാട്ടി കർണാടകയിലാണ്, കൃഷ്ണ നദിയിലാണ്. അൽമാട്ടി കർണാടകയിലാണ്. അതുപോലെ തന്നെ അൽമാട്ടി എവിടെയാണ്? അപ്പം ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. അൽമാട്ടി കർണാടകയിലാണ്, കൃഷ്ണ നദിയിലാണ്. ഇനി ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. തെറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി കഴിഞ്ഞ LGSന് ചോദിച്ചിരുന്നു അല്ലെ, ലാസ്റ്റ് നടന്ന LGSന്. അതേതാണ്? ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ കൊടുത്തേക്കുന്നുണ്ട്. ഈ ദാമോദർ ഇത് ആദ്യത്തെ, ഫസ്റ്റ് ആണ്, വലുതല്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. തെറ്റ്. ആദ്യത്തെ ദാമോദര. ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി അല്ലെങ്കിൽ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ശരിയാണ്. 2ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷൻ സി. 2, 4 ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം തെറ്റാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ചോദ്യം ഇത് ഞാൻ പറഞ്ഞ ചോദ്യം, കഴിഞ്ഞ ദിവസം ചോദിച്ചത്. വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് അല്ല, വിവിധോദ്ദേശ പദ്ധതിയാണല്ലോ, അപ്പൊ പല ഉദ്ദേശങ്ങളുണ്ട്, വൈദ്യുതോൽപാദനം മാത്രമല്ല. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. നമ്മുടെ ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായിട്ടാണ് ഉള്ളത് കേട്ടോ. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് അല്ലല്ലോ, വിവിധോദ്ദേശ പദ്ധതി. ശരിയാണ്. അപ്പൊ ഇവിടെ 2ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷൻ നമ്മൾ നോക്കണം. 2ഉം 4ഉം ശരി എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരി അല്ലെ, ഓപ്ഷൻ ഡി. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചത്? രവി, ഗംഗ, ചിനാബ്, സത്ലജ്. ഏത് നദിക്ക് കുറുകെയാണ്? ചിനാബ് നദിക്ക് കുറുകെ. ഏത് സംസ്ഥാനത്തൂടെ? ജമ്മു കാശ്മീരിലൂടെ. മനസ്സിലായില്ലേ? ഇതാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ തീവണ്ടി പാലം, തീവണ്ടി ഓടുന്ന പാലം, ചിനാബ് റെയിൽവേ പാലം എന്നതറിയപ്പെടുന്നു. ചിനാബ് റെയിൽവേ പാലം കേട്ടോ. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവിന്റെ പേരെന്ത്? ഗംഗാ നദി എവിടാ ചെന്ന് പതിക്കുന്നത്? സുന്ദർബൻസ് ഡെൽറ്റയിലാ. അപ്പൊ സുന്ദർബൻസ് ഡെൽറ്റ, സുന്ദർബൻസ് റിസർവ് ആണ്, സുന്ദർബൻസ് ബയോസ്ഫിയർ റിസർവ് ആണ്. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ്. ഗൾഫ് ഓഫ് കച്ച് എവിടാണ്? ഗുജറാത്തിലാണ്.
ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. നീലഗിരി എവിടെയാണ്? തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലുമായിട്ടാണ്, കർണാടകയിലും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നു നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഭാഗമായിട്ട് കേരളത്തിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ആ ഒരു കോർ അല്ലെങ്കിൽ അതിന്റെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിൽ ഉൾപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഇത്, നമ്മുടെ സൈലന്റ് വാലി. അതായത് വന്യജീവി സങ്കേതങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ വയനാട്, പുത്തങ്ങ, അതൊക്കെ നീലഗിരിയുടെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതങ്ങളാണ്. നാഷണൽ പാർക്ക് ഇത് മാത്രമാണ്, അത് ഈ പറഞ്ഞ സൈലന്റ് വാലി മാത്രമാണ്. ക്ലിയർ? താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി കൃഷ്ണയാണ്. കൃഷ്ണ. ഗോദാവരിയുടെ നീളം, ഗംഗയുടെ നീളം 2525 പുസ്തകങ്ങളിലെല്ലാം തന്നെ. SCERT-ക്കകത്ത് 2500 ബാക്കി എല്ലാ പുസ്തകത്തിലും 2525 ഗോദാവരി 1465 കിലോമീറ്റർ, കൃഷ്ണ 1400 കിലോമീറ്റർ. മഹാനദിയൊക്കെ 857 ഉള്ളൂ. ഓക്കെ. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്ത ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദികൾ ഏതെല്ലാം? ഗോദാവരിയുടെ പോഷക നദി ഏത്? നോക്കാം. ടീസ്റ്റ ആരുടെ പോഷക നദിയാ? ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ടീസ്റ്റ വന്ന് ചേർന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്രയ്ക്ക് ജമുന എന്ന പേര് കിട്ടുന്നത്. ബംഗ്ലാദേശിൽ വെച്ച് ആ കൂടിച്ചേരൽ നടക്കുന്നത് ടീസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയാണ്. അടുത്ത ദാമോദർ ആരുടെ പോഷക നദിയാ? ദാമോദർ ഹൂഗ്ലി എന്ന് പറയുന്ന ഗംഗയുടെ കൈവഴിയുടെ പോഷക നദിയാണ് ദാമോദർ. ബംഗാളിന് ദുഃഖമെന്ന് ദാമോദർ അറിയപ്പെടുന്നു. അടുത്ത തുംഗഭദ്ര. ഭീമ തുംഗഭദ്രയൊക്കെ ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ്. അല്ലെ? തുംഗഭദ്ര പ്രാചീന കാലത്ത് പമ്പ എന്നറിയപ്പെട്ട നദിയാണ് തുംഗഭദ്ര. പമ്പയ്ക്ക് നമ്മൾ ബാരിസ് എന്ന് പറയാറുണ്ട്. തുംഗഭദ്രനെ പമ്പ എന്ന് വിളിച്ചിരുന്നു പ്രാചീന കാലത്ത്. തുംഗഭദ്ര, വിജയനഗര സാമ്രാജ്യം, ഹംപി ഒക്കെ തുംഗഭദ്രയുടെ തീരത്താണ്. പിന്നെ വരുന്നത് ഏതാണ്? പെൻഗംഗയാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? പെൻഗംഗ. ഗോദാവരിയുടെ പോഷക നദി ഇതിനകത്ത് ഏതാണ്? പെൻഗംഗയാണ്. പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി, അല്ലെ? പിന്നെ ശബരി, പ്രാണഹിത, അങ്ങനെ കുറെ നദികൾ ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദികൾക്കകത്ത് വരും. മഞ്ചീര കേട്ടോ. ഇതൊക്കെ. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഹിമാലയ നദികൾ എടുക്കരുത്. ഹിമാലയ നദി അല്ലാതെ പിന്നുള്ള നദികളല്ലേ. അതിൽ ഈ ഗംഗ കഴിഞ്ഞാൽ പിന്നെ ഗംഗ ഹിമാലയ നദി ആയതുകൊണ്ട് പിന്നെ അടുത്ത വലിയ നദി ഗോദാവരി അല്ലേ. അതുകൊണ്ട് പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന ചോദ്യത്തിനകത്ത് കണ്ണും പൊട്ടി ഉത്തരം പറയാം. ഏത്? ഗോദാവരി അല്ലെ. പൃഥ്വഗംഗ എന്ന് വിളിക്കുന്ന ഗോദാവരി. നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ ഉത്ഭവിച്ച് 1465 കിലോമീറ്റർ ഒഴുകി ആന്ധ്രാപ്രദേശിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്ന നദിയാണ് ഗോദാവരി. മനസ്സിലായില്ലേ? നിസാമാബാദ്, രാജമുന്ദ്രി പോലെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഗോദാവരിയുടെ തീരത്താണ്. പെൻഗംഗ, വെയിൻഗംഗ, പ്രാണഹിത, ശബരി, ഇന്ദ്രാവതി തുടങ്ങിയ നദികളൊക്കെ ഗോദാവരിയുടെ പോഷക നദികളാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അടുത്തൊരു ചോദ്യം. ഏറ്റവും വലിയ ഉപദ്വീപ നദിയാണ് നർമ്മദ. തെറ്റാണ്. ഏറ്റവും വലിയ ഉപദ്വീപ നദി ഏതാണ്? ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകാണ്ടക്കാണ്. പുസ്തകത്തിൽ പറയുന്നു നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ മൈക്കല കുന്നുകളാണ് എന്ന് SCERT-ക്കകത്ത് എടുത്തു പറയുന്നുണ്ട്. മൈക്കല ഹിൽസ് ആണ്. മൈക്കല കുന്നുകളിലാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ട് മാത്രമേ കണ്ടോ, ഈ ചോദ്യത്തിന്റെ അത് ഓപ്ഷൻ നോക്കിക്കേ, രണ്ട് മാത്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. മൈക്കല ഹിൽസ് ഒക്കെ എവിടെ വരുന്നു എന്നും കൂടി നമുക്ക് ചിന്തിക്കാം. മൈക്കല കുന്നുകൾ എന്ന് പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ടെങ്കിലും മൈക്കല കുന്നുകൾ എവിടെ വരുന്നു? ഇത് അമർകാണ്ടക് പീഠഭൂമിയുടെ വെസ്റ്റേൺ എഡ്ജിലാണ് അമർകാണ്ടക് ഒക്കെ വരുന്നത്. മനസ്സിലായി? അമർകാണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കോട്ട് ഒഴുകുന്ന നദിയാണ് സോൺ നദി. അപ്പൊ മൈക്കല എന്ന് ചോദിച്ചാൽ മൈക്കല ഹിൽസ് ഉൾപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് കൂടി നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മളിത് ഈ പറഞ്ഞ മൂന്നാമത്തെയും കൂടെ ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി കേട്ടോ, 2ഉം 3ഉം ശരിയായ പ്രസ്താവന. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകാണ്ടക്കാണ്. മോർ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദയുടെ ഉത്ഭവം
മൈക്കല ഹിൽസ് ആണ് കേട്ടോ. അമർകാണ്ടക്കിലെ മൈക്കല ഹിൽസ് ആണ്, അങ്ങനെ ഓർത്തോണം. ഉപദ്വീപ് ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം. രണ്ട് നദീവ്യവസ്ഥകളെ വേർതിരിക്കുന്ന ഡിവൈഡിംഗ് പോയിന്റുകളെയാണ് ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉപദ്വീപ് നദികളിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒഴുകുന്ന നദികൾ വേർതിരിക്കപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ്. എവിടെയാണ് വേർതിരിക്കപ്പെടുന്നത്? പശ്ചിമഘട്ടം അല്ലെ. പശ്ചിമഘട്ടത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് കേരളത്തിലെ നദികളൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗോദാവരി, കൃഷ്ണ പോലെയുള്ള ബൃഹത് നദികളൊക്കെ കിഴക്കോട്ട് ഒഴുകുന്നു. പശ്ചിമഘട്ടം ഒരു എന്താണ് ജലവിഭാജകമാണ് അല്ലെ. ശരാവതി, സുവാരി, മണ്ഡോവി തുടങ്ങിയ നദികളൊക്കെ പശ്ചിമഘട്ടത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ വലിയ വലിയ നദികളൊക്കെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. അതൊരു വാട്ടർ ഡിവൈഡ് ആണ്. ദോഡവട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏത്? ദോഡവട്ട ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം കൂടിച്ചേരുന്ന എവിടെയാണ്? നീലഗിരി കുന്നിലാണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം കൂടിച്ചേരുന്ന എവിടെയാണ്? നീലഗിരി കുന്നിലാണ്. ഈ നീലഗിരി കുന്നിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന നീലഗിരി കുന്നിലെ ദോഡവട്ടയാണ് നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടും നമ്മൾ പറയുന്നത്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദി? ഇത്ര നേരം കൊണ്ട് പറഞ്ഞായിരുന്നു അല്ലെ. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ. ഛത്തീസ്ഗഡിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് ഇന്ദ്രാവതി. ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ്. കാവേരിയുടെ ഒക്കെ പോഷക നദികൾ അറിയാമല്ലോ. കാവേരിയുടെ അർക്കാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ, കബനി, ഭവാനി, പാമ്പാറൊക്കെ. കൃഷ്ണയുടെ ഭീമ, തുംഗഭദ്ര, കൊയ്ന, മൂസി, മാലപ്രഭ, ഗൗഡപ്രഭ അല്ലെങ്കിൽ ഘട്ടപ്രഭ അതൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ്. മഹാനദിയുടെ ഇബ്, ടെല്ല്, ഷിയോനാഥ് ഒക്കെ മഹാനദിയുടെ പോഷക നദികളാണ് കേട്ടോ. നേരത്തെ ക്വസ്റ്റിനകത്ത് നീലഗിരിയെ പറ്റി നമ്മൾ മൊത്തം പറഞ്ഞായിരുന്നോ? നീലഗിരി തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് നീലഗിരി കേട്ടോ. തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും പശ്ചിമഘട്ടത്തെ നീലഗിരി എന്നാണ് വിളിക്കുന്നത്. നീലഗിരി കുന്നുകളിലേക്കാണ് പൂർവ്വഘട്ടം എന്ന് കൂടിച്ചേരുന്നത്. അതുകൊണ്ടാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം കൂടിച്ചേരുന്ന സ്ഥലത്തെ നീലഗിരി എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ആനമലക്കുന്ന് അറിയാമല്ലോ. ആനമലക്കുന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആ പാലക്കാട് ഭാഗമൊക്കെ അറിയപ്പെടുന്ന പേരാണെന്ത്? ആനമലക്കുന്ന്. ഏലമലക്കുന്നാണ് കാർഡമം കുന്നുകൾ. ആനമല, ഏലമല. ഏലമലക്കുന്ന് പശ്ചിമഘട്ടത്തിന്റെ തന്നെ ഇടുക്കി ഭാഗത്തേക്കൊക്കെ വരുന്ന കുന്നുകളുടെ പേരാണ് എന്ത്? നമ്മുടെ ഏലമലക്കുന്ന് എന്ന് പറയുന്നത് കേട്ടോ. കാർഡമം ഹിൽസ്. അപ്പം നീലഗിരി കുന്നുകൾക്ക് ശേഷം നീലഗിരി കുന്നുകൾക്ക് താഴോട്ട് ആനമല, നീലഗിരിക്ക് ആനമലയ്ക്കും ഇടയ്ക്ക പാലക്കാട് വിടവ് വരുന്നത്. അപ്പം പശ്ചിമഘട്ടം നമ്മൾ വരയ്ക്കുമ്പോൾ പശ്ചിമഘട്ടത്തെ പറ്റി നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ കേരളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നീലഗിരി കുന്നുകൾക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആനമല കുന്നുകൾക്കും ഇടയ്ക്ക് വരുന്ന വിടവാണ് പാലക്കാടൻ ചുരം. ആനമല കുന്നുകൾ, അപ്പോൾ ഇത് നീലഗിരി കുന്നുകളാണെന്ന് വിചാരിക്കുക. ഇത് വിടവ്, പിന്നെ ആനമല കുന്നുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ ഏലമല കുന്നുകൾ, ഇവിടെ നിങ്ങളുടെ പളനിമല കുന്നുകൾ. ഇത് മൂന്നോടെ കൂടിച്ചേരുന്നിടത്താണ് ആനമല, ഏലമല, പളനിമല കൂടിച്ചേരുന്നിടത്താണ് ആനമുടി കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഇത് വിടവാണ്, പാലക്കാടൻ ചുരമാണ്. എവിടാണ് നല്ലമല കുന്ന് വരുന്നത്? എവിടെ നല്ലമല കുന്ന് പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിലുള്ള കുന്നുകളുടെ പേരാണിത് നല്ലമല കുന്ന് കേട്ടോ. ഓക്കെ, ഇതിനെപ്പറ്റി മൊത്തം പറഞ്ഞല്ലോ. ഇനി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്നറിയപ്പെടുന്നത് എന്ത്? സംശയം. റിഗർ മണ്ണെന്നും ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന ആ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് റിഗർ മണ്ണെന്നും ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന ആ മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് എങ്ങനെ ഉണ്ടാകുന്നത്? ബസാൾട്ട് എന്നറിയപ്പെടുന്ന ലാവാശിലകൾക്ക് അപക്ഷയം പൊടിഞ്ഞ് അല്ലെ, അവ പൊടിഞ്ഞ് രൂപപ്പെടുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്, നമ്മുടെ ചെങ്കൽ മണ്ണെന്നറിയപ്പെടുന്നത് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണ് നല്ലപോലെ മൺസൂൺ പോലെയുള്ള മഴ ലഭിക്കുന്നിടത്ത് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ നടക്കുന്നത് ഈ പറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണിലാണ്. നല്ലപോലെ മൺസൂൺ പോലെയുള്ള മഴയുള്ള സ്ഥലങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ് കാണാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ ഫലപുഷ്ടമായ മണ്ണ് എക്കൽ മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ചുവന്ന മണ്ണ്, റെഡ് സോയിൽ കേട്ടോ, ചുവന്ന മണ്ണ്. ഓക്കെ, ഇനി ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്നാ ചോദ്യവാ? ഇരുമ്പ്. ആരാ? ഇരുമ്പ്. ചെമ്മണ്ണിന് ചുവപ്പ് നൽകുന്നത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെമ്മണ്ണിന് കേട്ടോ ചുവപ്പ് നിറം നൽകുന്നത്. ഇത് ചെമ്മണ്ണ് തന്നെ ഈ ഹൈഡ്രേഷന്റെ ഫലമായിട്ട് നല്ലപോലെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ, വെള്ളത്തെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തായി മാറാറുണ്ട്?
യെല്ലോ മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടാറുണ്ട് ചെമ്മണ്ണ് കേട്ടോ, മഞ്ഞ നിറത്തിൽ മാറ്റപ്പെടാറുണ്ട്. അനർ ഗിർണ എന്നത് ഏത് നദിയുടെ പോഷക നദികളാണ്? അനറും ഗിർണയൊക്കെ ഗോദാവരിയുടെ ഒക്കെ നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, അല്ല ഗോദാവരിയുടെ അല്ല, കാവേരി അല്ല, പിന്നെ ഏതാണ് അനറും ഗിർണയൊക്കെ? താപ്തിയുടെ പോഷക നദികളാണ്, താപ്തി കേട്ടോ. മുൾത്തായ് റിസർവ് വനമേഖല നർമ്മദ നദി ഒഴുകുന്നതിന്റെ തൊട്ട് താഴെ സത്പുര നിരകളുണ്ടല്ലോ. അപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഇത് വിന്ധ്യ, ഇത് സത്പുര, ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിലൂടെ മൈക്കില കുന്നുകൾ അല്ലെങ്കിൽ അമർകാണ്ടകിന്റെ ഭാഗത്തു നിന്ന് നർമ്മദ ഇങ്ങനെ ഒഴുകി പോകുന്നു. അതിന് താഴെ മുൾത്തായ് വനമേഖലയിൽ നിന്ന് സത്പുരയിലെ മുൾത്തായ് വനമേഖലയ്ക്ക് താഴെ കൂടെ തന്നെ ഇങ്ങനെ സത്പുരയ്ക്ക് താഴെ കൂടെ ഇങ്ങനെ ഇതാണ് താപ്തി. അപ്പൊ ഇത് നർമ്മദ, അതിന് മുകളിലുള്ളത് നർമ്മദ, അതിന് താഴെ താപ്തിക്ക് താഴെ സത്പുരയ്ക്ക് താഴെയായിട്ടുള്ള ഈ നദിയാണ് ഇത് താപ്തി. നർമ്മദയുടെ ഇരട്ടയെന്നും തോഴി എന്നൊക്കെ വിളിക്കുന്നു. അനർ ഗിർണ ഒക്കെ താപ്തിയുടെ പോഷക നദികളാണ്. പതനം ഗൾഫ് ഓഫ് കമ്പത്താണ്. ഈ രണ്ട് നദികളും എവിടെയാണ്? നർമ്മദയും താപ്തി എവിടെ പതിക്കുന്നു? ഗൾഫ് ഓഫ് കമ്പത്തിലാണ്. താപ്തിയുടെ തീരത്തുള്ള പട്ടണമാണ് ഇത് സൂററ്റ് കേട്ടോ. ഇനി മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാൺല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഏതാണ് പെടാത്തത്? ഇതെല്ലാം തുറമുഖ നഗരങ്ങളാണ് അല്ലെ? ഇതിനകത്ത് ഏതാ പെടാത്തത്? തുറമുഖങ്ങൾ ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരയാണ് ആൻസർ. ഏതാണ്? മധുര കേട്ടോ, മധുരയാണ് ആൻസർ, മധുര. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്? മധുരയാണ്. ഇതും കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ പദ്ധതി ശരിക്കും പറഞ്ഞാൽ ഗോദാവരിയുടെ പോഷക നദിയായ മഞ്ചീര നദിയിലാണ്. അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ പേരന്റ് റിവർ എഴുതാം, അതേ പറ്റത്തുള്ളൂ. ഏതാണ്? ഗോദാവരി കേട്ടോ. ഗോദാവരിയുടെ ഭാഗമായിട്ട് നിസാം സാഗർ നദീതട പദ്ധതി അല്ലെങ്കിൽ ഗോദാവരിയുടെ പോഷക നദിയായ മഞ്ചീര നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി ഉള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? വൂളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം, സംബാർ തടാകം. ഏതാണ്? ഏതിനകത്താണ് ഈ വൂളാർ തടാകം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീർ. ലോക്തക് തടാകം നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം, ഏറ്റവും വലിയ ശുദ്ധജല തടാകം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മണിപ്പൂർ ഉള്ള ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് ലോക്തക് തടാകം. കേബിൾ ലംജാവോ നാഷണൽ പാർക്കൊക്കെ ഉള്ളത് ലോക്തക് തടാകത്തിലാണ്. കാശ്മീരുള്ള ശിക്കാര വള്ളങ്ങൾക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ജലം നദി ഒഴുകി വരുന്ന പ്രദേശത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ ശുദ്ധജല തടാകത്തിന്റെ ഭാഗമായിട്ട് തന്നെ പരിഗണിക്കാവുന്ന തടാകമാണ് ദാൽ തടാകം. ലവണശിലകൾ ധാരാളമുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന ലവണജലം ധാരാളമുള്ള തടാകമാണ് സംബാർ തടാകം രാജസ്ഥാനിൽ. ലവണത്വം കൂടിയ തടാകങ്ങളിലൊന്നാണ് ഏത്? സംബാർ തടാകം. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? സേവ് ഗംഗ പദ്ധതി, മിഷൻ ഗംഗ പദ്ധതി, മിഷൻ ക്ലീൻ ഗംഗ, നമാമി ഗംഗ. 2014 ഗംഗാ നദിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വന്ന പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി കാലഘട്ടത്തിൽ ഗംഗ ആക്ഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന ഒരു ഗംഗാ ശുദ്ധീകരണ പദ്ധതി ഉണ്ടായിരുന്നു. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപ്, മാലിദ്വീപ്, ബാരൻ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. ഏതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം? ലക്ഷദ്വീപ് അല്ലേ. ആൻഡമാൻ നിക്കോബാർ എവിടെ വരും? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. അപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഈ രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ബാരൻ ദ്വീപുണ്ട്, അത് അഗ്നിപർവ്വതമാണ്, അതും ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗത്ത് വരും. പിന്നുള്ളത് മാലിദ്വീപ്, നമ്മുടെ അയൽ രാജ്യമാണ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? അടുത്ത ചോദ്യം. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ഗ്രീനിച്ച് രേഖ, ഭൂമധ്യ രേഖ. ഏതാണ് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ? പറ, ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത് കേട്ടോ. ഇതാണ് ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഇന്ത്യനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന നദി എന്ന് ചോദിക്കുമ്പോൾ നർമ്മദയാണ്. അക്ഷാംശ രേഖ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഇനി ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഡിസംബർ മുതൽ ജനുവരി വരെ, ജൂൺ മുതൽ ജൂലൈ വരെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ മുതൽ മെയ് വരെ. കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. വിളവിറക്കുന്ന സമയമല്ല, വിളവെടുക്കുന്ന സമയമാണ്. മൺസൂണിനോടനുബന്ധിച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ അല്ലേ. അപ്പൊ ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ വിത്ത് വിതച്ച് സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ നമ്മൾ കൊയ്തെടുക്കുന്ന വിളകളാണ് ഏത്? ഖാരിഫ് വിളകൾ. സോ അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് വിളവെടുക്കുന്ന സമയം. വിള ഇറക്കുന്ന സമയമല്ല, വിളവെടുക്കുന്ന സമയമാണ്. ക്ലിയർ? മാറിപ്പോകരുത്. മൺസൂണിനോടനുബന്ധിച്ച് കൃഷി ചെയ്യുന്ന വിളകൾ ഖാരിഫ്. ശൈത്യകാലത്തോടനുബന്ധിച്ച് കൃഷി ചെയ്യുന്ന വിളകൾ റാബി, ശൈത്യകാല വിളകൾ നമ്മൾ വിളിക്കുന്നു. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ സെയ്ദ്, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന സെയ്ദ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ്.
ഇനി താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? പുകയില നാണ്യവിളയാണ്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ. പിന്നെ കരിമ്പ് നാണ്യവിളയാണ്. ചോളം, കാപ്പി ഇതിനകത്ത് ഏതാണ് നാണ്യവിള അല്ലാത്തത്? അതായത് ഭക്ഷ്യവിളയായിട്ടുള്ളത് ഏതാണ്? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ചോളമാണ്. കാപ്പി നമുക്ക് കുടിക്കുന്നുണ്ട്. പക്ഷെ അത് കാപ്പി നേരിട്ട് കാപ്പി പൊടിയാക്കിയിട്ടാണ് അല്ലേ നമ്മൾ കുടിക്കുന്നത്. പ്രധാനമായിട്ടും കാപ്പി ഒരു നാണ്യവിളയ്ക്കകത്ത്, ചായയും കാപ്പിയൊക്കെ നാണ്യവിളയ്ക്കകത്ത്, നാണ്യവിളയ്ക്കകത്ത് തന്നെ പാനീയ വിളകൾ എന്ന് പറയുന്ന ഒരു റീക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് കാപ്പി. നമുക്ക് നേരിട്ട് ഭക്ഷണ യോഗ്യമാക്കാൻ പറ്റുന്നതാണ് ഭക്ഷ്യവിളകൾ. ചോളം, ഗോതമ്പ്, അതേപോലെ തന്നെ അരി, നെല്ല് ഇതെല്ലാം നമുക്ക് നേരിട്ട് ഭക്ഷ്യയോഗ്യമാക്കാം. കാപ്പി നമുക്ക് കാപ്പിക്കുരുവായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് പ്രോസസ്സ് ചെയ്ത് പൊടിയാക്കി എടുത്താണ് അത് നമ്മൾ മറ്റ് ബിവറേജസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ പാലിനകത്തൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുടിക്കുകയാണ്. സോ അതുകൊണ്ടത് ഏതാണ് നാണ്യവിളയുടെ ലിസ്റ്റിനകത്താണ് വരുന്നത്. നാണ്യവിള അല്ലാത്തതിനകത്ത് ചോളം മാത്രമേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഖാരിഫും റാബിയും സെയ്തും ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഖാരിഫ്. നെല്ല് ഖാരിഫ് വിളയാണ്. പിന്നെ ഗോതമ്പ് റാബിയാണ്. ഗോതമ്പ് റാബി വിളകളാണ്. പിന്നെ ഗോതമ്പ്, ബാർലി, കടുക്, പിന്നെ പുകയില ഇതെല്ലാം ഇതിനകത്ത് വരും. റാബി വിളകൾക്കകത്ത് വരും. ചോളം നമുക്ക് ഖാരിഫാണ്. പിന്നെ ഏത് വരും? പരുത്തി ഖാരിഫാണ്. ചണം ഖാരിഫാണ്. പഴവർഗ്ഗങ്ങൾ സെയ്താണ്. പിന്നെ നിലക്കടല, നെല്ല്, ചോളം, പഴവർഗ്ഗങ്ങൾ 6. അപ്പോൾ 1. പിന്നെ അടുത്ത ഏതാ വരുന്നത്? ഖാരിഫ് വിളകൾ അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ 2, 3, 4, 8 അല്ലേ? പിന്നെ വരുന്നത് കരിമ്പ് നമ്മുടെ ഖാരിഫ് വിളയാണ്. നിലക്കടല ഖാരിഫ് വിളയാണ് അല്ലേ? അപ്പോൾ 2, 3, 4, 8 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി 2, 3, 4, 8 ഓപ്ഷൻ ഡി കേട്ടോ. 2, 3, 4, 8 വരുന്നത് ഓപ്ഷൻ ഡി അല്ലേ? സോ ഇതാണ് ഖാരിഫ് വിളകൾ അല്ലാത്തത്. 2, 3, 4, 8 അതിനകത്ത് 2, 3, 4 റാബി വിളകളും 2, 3, 4 റാബി വിളകളും അതുപോലെ 8 അല്ലേ? 8 സെയ്ത് വിളകളുമാണ്. ബാക്കിയെല്ലാം നെല്ല്, പിന്നെ ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല ഇതെല്ലാം ഖാരിഫ് വിളകളാണ്. റാബി വിളയ്ക്കകത്ത് ഗോതമ്പ്, ബാർലി, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ കേട്ടോ. പഴവർഗ്ഗങ്ങളല്ല, പയർവർഗ്ഗങ്ങൾ അതെല്ലാം റാബിക്കകത്ത് വരുന്നതാണ്. പിന്നെ തിനവിളകൾ ബജ്റയും, ജോവറും, റാഗിയൊക്കെ എവിടെ വരുന്നത്? തിനവിളകൾ അത് ഖാരിഫിനകത്താണ് വരുന്നത് തിനവിളകൾ കേട്ടോ. ഇനി നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള ഏത്? അല്ലെങ്കിൽ വിളകൾ ഏതെല്ലാം? നെല്ലിനകത്തും അതുപോലെ തന്നെ ഗോതമ്പിനകത്തും ചൈനയ്ക്ക് പിന്നിലായിട്ട് ഇന്ത്യ 2ാം സ്ഥാനത്താണ് കുറച്ചധികം വർഷങ്ങളിൽ. നെല്ല്, ഗോതമ്പ്. അപ്പോൾ 1, 4 എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് ഏതാ വരുന്നത്? ഇന്ത്യ മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള ഏതാണ്? 1, 4 എന്നിവയാണ്. കരിമ്പിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യ വീണ്ടും 1ാം സ്ഥാനത്തേക്ക്. ഇന്ത്യ 2ാം സ്ഥാനത്തായിരുന്നു. അത് വീണ്ടും ഇന്ത്യ ബ്രസീലിനെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോളമായി ബന്ധപ്പെട്ട് ഇന്ത്യ 2ാം സ്ഥാനത്തൊന്നുമില്ല. ഇന്ത്യ നിലവിൽ 2024 കണക്ക് പ്രകാരം 5ാം സ്ഥാനത്ത്. അമേരിക്കയാണ് ചോളം ഉൽപാദനത്തിന് മുമ്പിലുള്ളത്. അവർക്കൊക്കെ പുറകിലാണ്. ചൈനയ്ക്കും അർജന്റീനയ്ക്കും ഒക്കെ പുറകിലാണ് ഇന്ത്യ ചോളത്തിന്റെ കേസിനകത്ത്. കരിമ്പിന്റെ കേസിൽ നിലവിൽ 1ാം സ്ഥാനത്ത് നമ്മൾ 1ാം സ്ഥാനത്തായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. കരിമ്പുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് കരിമ്പിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യ ബ്രസീലിനെ പിന്തള്ളി 1ാം സ്ഥാനത്ത് വന്നിരുന്നു. ഫസ്റ്റ് പ്ലേസിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പൊ വീണ്ടും ബ്രസീൽ 2024 കണക്ക് പ്രകാരം ബ്രസീൽ വീണ്ടും 1ാം സ്ഥാനത്ത് വന്നു. ഇന്ത്യ എത്ര സ്ഥാനത്താ? 2ാം സ്ഥാനത്താ. ഇന്ത്യ എത്ര സ്ഥാനത്താ? 2ാം സ്ഥാനത്താ. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് ഇന്ത്യ 2ാം സ്ഥാനത്തുള്ളതിനകത്ത് കരിമ്പും വരും. പക്ഷെ ഈ ചോദ്യം ചോദിച്ച സമയത്ത് ഇന്ത്യ 1ാം സ്ഥാനത്തും ബ്രസീൽ 2ാം സ്ഥാനത്തുമായിരുന്നു. ചോദ്യം ചോദിച്ച് 2023 ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിച്ച സമയത്ത് കരിമ്പിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്തായിരുന്നു, ബ്രസീൽ 2ഉം. ഇപ്പൊ വീണ്ടും തിരിച്ച് ബ്രസീൽ 1ഉം ഇന്ത്യ 2ഉമായി മാറി. അപ്പൊ ഈ 2024 ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം 1, 2, 4 എന്ന് വരും. 1, 2, 4 എന്ന് വരും. ചോദ്യം ചോദിച്ച സമയത്ത് 1ഉം 4ഉം മാത്രമേ ഉള്ളായിരുന്നു.
യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം, പരുത്തി, കരിമ്പ്, റബ്ബർ. ഏതാണ് യൂണിവേഴ്സൽ ഫൈബർ? ഗോൾഡൻ ഫൈബർ ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ്. എല്ലാത്തരം തുണിത്തരങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ ഫൈബർ എന്ന ഗണത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശേഷണമുള്ളത് ആർക്കാണ്? പരുത്തിക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. പരുത്തി ഉൽപാദനത്തിന് മുമ്പിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. പരുത്തി ഉൽപാദനത്തിൽ രണ്ടാമതുള്ളത് മഹാരാഷ്ട്രയാണ്. ഇനി പരുത്തി വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മുംബൈയിലാണ്. പരുത്തി വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള നഗരം അഹമ്മദാബാദാണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? പഴങ്ങൾ, നെല്ല്, കാപ്പി, ഗോതമ്പ്. എന്താണ്? കാപ്പിയാണ്. അറബിക്കയും റോബസ്റ്റയും ലിബറിക്കയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. കാപ്പി ഇനങ്ങളാണ് കേട്ടോ അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. അതിനകത്ത് അറബിക്ക മുന്തിയ ഇനം വിളയായ അറബിക്കയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്നുകൂടി പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയ ജലപാതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ എത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോണം. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഞാനിതൊരു കോഡൊക്കെ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആഹ, സാധു, കോഴിയെ കൊല്ലാൻ പുതിയ കത്തി വാങ്ങി. ഓർമ്മയുണ്ടോ? ആഹ എന്നുള്ളത് അലഹബാദ്, ഹാൽഡിയ. 2 സാദിയ, ധൂബ്രി അല്ലേ? സാദിയ, ധൂബ്രി. 3 കോഴിക്കോട്, കൊല്ലം. കൊല്ലം കോട്ടപ്പുറമായിരുന്നു, അത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തന്നെ കോഴിക്കോട് കൊല്ലവും ചോദിച്ചിട്ടുണ്ട്, കോട്ടപ്പുറം കൊല്ലവും ഒരു ഓപ്ഷൻ ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഏത് എഴുതാം? കൊല്ലം, കോട്ടപ്പുറം എഴുതാം അല്ലേ? അപ്പോൾ ദേശീയപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കിട്ടി. ഇനി ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. ദേശീയപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അപ്പോൾ ആഹ, സാധു, കോഴിയെ കൊല്ലാൻ പുതിയ കത്തി വാങ്ങി. അതായത് സെയിം കോഡ്. ആഹ അലഹബാദ്, ഹാൽഡിയ. സാധു സാദിയ, ധൂബ്രി. കോഴിയെ കൊല്ലാൻ കോഴിക്കോട്, കൊല്ലം. പുതിയ കത്തി പുതുച്ചേരി, കാക്കിനഡ. ഇതിനകത്ത് കാക്കിനന്ത കൊടുത്തേക്കുന്നത് തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാക്കിനഡയാണ്. കാക്കിനഡ സ്ഥലത്തിന്റെ പേര് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയാണ്. കാക്കിനഡ മുതൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി, പോണ്ടിച്ചേരി കേട്ടോ, പുതുച്ചേരി വരെയാണ് ശരിക്കും ദേശീയപാത 4 ഉള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഇപ്പോൾ നിലവിൽ PSC ക്യാൻസൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരുന്നത് ആളുകൾ ചലഞ്ച് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാറുണ്ടായിരുന്നു. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഒന്നുകൂടെ വീണ്ടും വന്നു അല്ലെ? കോട്ടോണോപോളിസ് ഏതാണ്? മുംബൈ ആണ്. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ ആണ്. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണ് അല്ലെ താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം മഹാരാഷ്ട്രയിൽ ട്രോംബെ എന്ന സ്ഥലത്താണ്. മഹാരാഷ്ട്ര. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മഹാരാഷ്ട്രയാണ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നറോറ ഇന്ത്യയിലെ മറ്റൊരു സുപ്രധാനമായ ആണവ നിലയം. നറോറ ആണവ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ. ഇനി റാവത്ത് ഭട്ട ആണവ നിലയം ചോദിച്ചാൽ എന്ത് പറഞ്ഞോണം? രാജസ്ഥാൻ. റാവത്ത് ഭട്ട ആണവ നിലയം രാജസ്ഥാൻ. പിന്നെ തമിഴ്നാട്ടിൽ കൂടംകുളം, കൽപ്പാക്കം ആണവ നിലയൊക്കെ ചോദിച്ചാൽ തമിഴ്നാട്. മഹാരാഷ്ട്ര നമ്മൾ പറഞ്ഞു താരാപൂര്. ഏതാണ്? താരാപൂർ ആണവോർജ്ജ നിലയം മഹാരാഷ്ട്രയിലാണ്. പൊതുമേഖലയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ഏതാണ് ആൻസർ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നമ്മൾ ഇസ്കോ എന്ന് വിളിക്കത്തില്ലേ? പുസ്തകത്തിൽ കിടപ്പുണ്ട് കൃത്യമായിട്ട്. ഇസ്കോ 1918 സ്ഥാപിതമായി എന്നൊക്കെ പറഞ്ഞ് പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബേൺപൂർ, ഹിരാപൂർ 3 പ്ലാന്റുകൾ ഇവർക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന സാധനം അല്ലേ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതാണ് പൊതുമേഖലയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പശ്ചിമ ബംഗാളാണ് സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല താഴെ കൊടുക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇരുമ്പയിര് ഖനന മേഖലകളെ. ഒഡീഷ സുന്ദർഗഡ് ശരിയാണോ? ശരിയാണ്. കർണാടകം നീലഗിരി ശരിയാണോ? തെറ്റാണ്. തമിഴ്നാട്ടില അല്ലേ നീലഗിരി, കർണാടകമല്ല. തമിഴ്നാട് സേലം ശരിയാണ്. ജാർഖണ്ഡ് എവിടെയാണ്? സിംഭം ശരിയാണ്. ജാർഖണ്ഡ് സിംഭം ശരിയാണ്. ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണ്? ഒന്ന് മാത്രമേ ഉള്ളൂ. കർണാടക നീലഗിരി എന്നുള്ളത് മാത്രമേ തെറ്റായ ജോഡിയുള്ളൂ. ഓപ്ഷൻ ബി മാത്രം. 2 മാത്രമാണ് ഇതിനകത്ത് തെറ്റായ ജോഡി. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ABCD നോക്കിക്കേ. ഏതാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ സി ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. മൈസൂർ അയൺ വർക്ക്സ് എന്നാണ് ഇത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് ഇത് അറിയപ്പെട്ടു തുടങ്ങി. VISL കേട്ടോ. ഇതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല.
നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത്? ജാരിയ, ദിഗ്ബോയ്, അങ്കലേശ്വർ, മുംബൈ ഹൈ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? മുംബൈ ഹൈ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? മുംബൈ ഹൈ ആണ് ലാർജസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ ഓയിൽ ഫീൽഡ് എന്നറിയപ്പെടുന്നത്. എവിടെയാണ് മുംബൈ ഹൈ എന്ന് ഉള്ളത്? ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന സ്ഥലത്താണ് കേട്ടോ. ഗൾഫ് ഓഫ് കമ്പത്ത് എവിടാ? ഗൾഫ് ഓഫ് കമ്പത്ത് കടലിലാണ്, അറബിക്കടലിലാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ മുംബൈ ഹൈ ഉള്ളത്, ഗൾഫ് ഓഫ് കമ്പത്തിൽ. ക്ലിയർ? ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസിന്റെ റിസർവും ഇവിടെ തന്നെയാണ്, ഈ മുംബൈ ഹൈ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക പാടം എന്നാണ് പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് മുംബൈ ഹൈ കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? നെയ്വേലി, ജാരിയ, ദിഗ്ബോയ്, മുംബൈ ഹൈ. എല്ലാവരും മുംബൈ ഹൈ എഴുതാനുള്ള ടെൻഡൻസി വരും. അല്ല, ദിഗ്ബോയ് ആണ്. ആസാമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്നത്. ആസാമിലെ ദിഗ്ബോയ് എന്ന സ്ഥലത്താണ്. ഫസ്റ്റ് ഓയിൽ ഫീൽഡ് ചോദിച്ചാൽ ദിഗ്ബോയും, ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ചോദിച്ചാൽ ഏതാണ്? മുംബൈ ഹൈയും. വലുത് എന്ന് ചോദിച്ചാൽ മുംബൈ ഹൈ. ജാരിയ എന്താണ്? കൽക്കരിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാരിയ. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് ലഭിക്കുന്ന സ്ഥലമാണ് ഏത്? നെയ്വേലി. ഇനി സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഗോൾഡൻ ക്വാഡ്രാങ്കിൾ. ഇന്ത്യയിലെ 4 പ്രധാന മഹാനഗരങ്ങളെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 4 മെഗാ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന റോഡ് പദ്ധതിയാണ് ഏത്? സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രാങ്കിൾ എന്നറിയപ്പെടുന്നത്. സുവർണ ചതുഷ്കോണ പദ്ധതി ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അതൊക്കെയാ നോക്കി. ഓപ്ഷൻ എ അല്ലേ? ഡൽഹി, മുംബൈ, ചെന്നൈ ആണോ? ബാംഗ്ലൂർ അതാണോ? അല്ല. ബി ആണോ? ഡൽഹി, വാരണാസി, ജയ്പൂർ, കൊൽക്കത്തയാണോ? അല്ല. ഏതാണ് ആൻസർ? നോക്കിക്കേ, 4 മെഗാ നഗരങ്ങൾ ഏതൊക്കെയാ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ഡി കേട്ടോ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇതാണ് സുവർണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടുന്ന 4 പ്രധാന ഇന്ത്യയിലെ മെഗാ നഗരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഇപ്പൊ കൂടെ പറഞ്ഞതേ ഉള്ളൂ, ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് അറിയപ്പെടുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമായിരുന്നു. 1959 ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല എന്ന് പറഞ്ഞാൽ ഭിലായ് സ്റ്റീൽ പ്ലാന്റാ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന സ്ഥലത്താണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഉള്ളത്. ഇതേപോലെ തന്നെ റഷ്യയുടെ സഹായത്തോടെ 64 പ്രവർത്തനം ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ഏത്? ബൊക്കാറോ കേട്ടോ. ബൊക്കാറോ 64. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ തന്നെയാണ്. ബൊക്കാറോ എവിടെയാണ് വരുന്നത്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്, ദുർഗ് ഛത്തീസ്ഗഡിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ 62 വന്നത് ദുർഗാപൂർ ആരുടെ സഹായത്തോടെ? ബ്രിട്ടന്റെ സഹായത്തോടെ വരുന്നു. 59 തന്നെ റൂർക്കല വരുന്നുണ്ട്. റൂർക്കല ആരുടെ സഹായത്തോടെ? ജർമ്മനിയുടെ സഹായത്തോടെ. ജർമ്മനി കേട്ടോ. ഇനി കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. കോർബ കൽക്കരിപ്പാടം. ജാർഖണ്ഡിൽ നമ്മളൊരു കൽക്കരിപ്പാടം പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിപ്പാടം ചോദിച്ചാൽ ഏതാണ്? അത് റാണിഗഞ്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിപ്പാടം ചോദിച്ചാൽ റാണിഗഞ്ചാണ്. റാണിഗഞ്ച്. ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ജാരിയ കേട്ടോ. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സൗരോർജം. പാരമ്പര്യേതരത്തിനകത്ത് അത് പാരമ്പര്യേതരമാണ് അല്ലേ? അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ ആണ് സൗരോർജം. പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജം നോൺ കൺവെൻഷണൽ ആണ്. തിരമാലയിൽ നിന്നുള്ള ഊർജം നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതരമാണ്. പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതിൽ പിന്നുള്ളത് ഏതാണ്? പെട്രോളിയമാണ്. ഏത്? പെട്രോളിയം കേട്ടോ. പെട്രോളിയമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സാണ് ഈ പറഞ്ഞ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റ്സിലാണ്. അവിടെ പെട്രോളിയം പ്രോഡക്റ്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൽക്കരി കഴിഞ്ഞാൽ പിന്നെ ഡീസലും ഒക്കെയാണ് കൂടുതലായിട്ടും, നാഫ്തയൊക്കെയാണ്. ഇതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റ്. ഡീസലും നാഫ്തയൊക്കെ ഇതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റുകളിലെല്ലാം തന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൽക്കരി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നമുക്കറിയാം, നമ്മൾ സാറ്റലൈറ്റുകൾ നൽകുന്ന വിവരങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ നൽകുന്ന വിവരങ്ങളെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യുക, അത് സൂക്ഷിക്കുക, കൈമാറുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. അവരുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. നല്ലൊരു കിടിലൻ ചോദ്യമായിരുന്നു.
+2 ബുക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് 10th ലെവലിന്. എന്താണ് ഫൂട്ട്ലൂസ് വ്യവസായങ്ങൾ എന്ന് ഞാൻ തൊട്ട് പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്തത് ഇട്ടിട്ടുണ്ട്. എന്താണ് ഫൂട്ട്ലൂസ് വ്യവസായങ്ങൾ? വിസ്തൃതവും വ്യത്യസ്തവുമായ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായങ്ങളാണ് ഫൂട്ട്ലൂസ് വ്യവസായങ്ങൾ. ഈ വ്യവസായശാലകൾ ഭാരം കുറയുന്നതോ അല്ലാത്തതോ ആയ നിശ്ചിത അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചു കൊണ്ടുള്ളവയല്ല. ചില അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഭാരം കുറയും. ഇപ്പോൾ ഷുഗർ പോലെയുള്ളതൊക്കെ, കരിമ്പൊക്കെ. അതുകൊണ്ടാണ് ഈ കരിമ്പ് പാടത്തിനടുത്ത് തന്നെ കരിമ്പ് വ്യവസായശാലകളുള്ളത്. അല്ലെങ്കിൽ അതിനകത്തുള്ള സുക്രോസിൻ്റെ അളവ് നഷ്ടപ്പെടും നമ്മളത് കുറേ ദൂരം കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതപ്പം കരിമ്പൊന്നും ഫുഡ് ഉൾപ്പെടുന്നതല്ല. ഫുഡ് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അസംസ്കൃത വസ്തു കിട്ടുന്നതോ കിട്ടാത്തതോ ആയ സ്ഥലം അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ഇത് തുടങ്ങാം. അതാണ് ഫുഡ് വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളൊക്കെ ഫുഡ് ലൂസിന് എക്സാമ്പിളാണ്. പിന്നെ ഇതിന് അടുത്ത പ്രത്യേകത, എവിടെ നിന്ന് ലഭിക്കാവുന്ന ഘടകഭാഗങ്ങൾ അധികമായി ആശ്രയിക്കുന്ന വ്യവസായശാലകളാണിവ. എവിടെ നിന്നും ഇതിനു വേണ്ട ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. കുറഞ്ഞ തൊഴിൽ ശക്തി ഉപയോഗിച്ച് നമുക്കിത്, കൂടുതൽ മെഷീനറികളായിരിക്കും ചെയ്യുന്നത് പണികളൊക്കെ. അപ്പോൾ കുറഞ്ഞ തൊഴിൽ ശക്തി മതി. മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായശാലകളല്ല പ്രധാനമായിട്ടും, കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് റോഡ് മാർഗ്ഗം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കിക്കേ, പഞ്ചസാര വ്യവസായത്തിന് ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായിട്ട് ഇതിനെ ബാധിക്കുന്നില്ല. ശരിയാണ്. വ്യവസായം എവിടെ സ്ഥിതി ചെയ്യുന്നു, അതിന്റെ സ്ഥാനം എവിടെയാണ്, റോ മെറ്റീരിയൽ കിട്ടുന്നതിന് അടുത്താണോ, അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. സോ അത് ശരിയാണ്. കൂടുതൽ തൊഴിലാളികൾ ആവശ്യമാണ്, വേണ്ട. പരിസ്ഥിതി സൗഹാർദ്ദ, അപ്പം മലിനീകരണം കുറവാണെന്ന് പറയുമ്പോൾ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ്. ശരിയാണ് അല്ലേ? 2ഉം 4ഉം ഏതാണ്? 2ഉം 4ഉം ബി, ഓപ്ഷൻ ബി 2ഉം 4ഉം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള 3-4 ചോദ്യങ്ങളിൽ ഒന്ന് ഫുട്ലൂസ്. ഇനി ഇതേ റോഡ് പ്ലാൻ, നാഗ്പൂർ റോഡ് പ്ലാനിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നാഗ്പൂർ റോഡ് പ്ലാൻ. റോഡ് പ്ലാനുകൾ 3 ഇന്ത്യയിൽ. ഇവയെ നമ്മൾ 20 റോഡ് പദ്ധതികൾ എന്നാണ് വിളിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ റോഡ് പ്ലാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ റോഡ് പ്ലാൻ 43 തുടങ്ങുന്ന 63 വരെ. ഇതിനാണ് നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. 16 കിലോമീറ്റർ പെർ 100 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ. 100 സ്ക്വയർ കിലോമീറ്ററിൽ 16 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. രണ്ടാമത് ബോംബെ റോഡ് പ്ലാൻ ആണ് 6181. 100 സ്ക്വയർ കിലോമീറ്ററിൽ 32 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്നൗ റോഡ് പ്ലാൻ 81/2001. 100 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് 84 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. നമുക്ക് നോക്കാം. റോഡിന്റെ സാന്ദ്രത നാഗ്പൂരിന്റെ 16 കിലോമീറ്റർ അല്ലെ, അതായത് 100 സ്ക്വയർ കിലോമീറ്ററിൽ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ള റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ശരിയാണ്. ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. നിലവിൽ വന്നത് 48 എന്നുള്ളത് തെറ്റാണ്. 43/63 അല്ലേ? റോഡ് സാന്ദ്രത 15 കിലോമീറ്റർ പെർ 1000 സ്ക്വയർ കിലോമീറ്റർ. തെറ്റ് അല്ലേ? അപ്പോൾ 1ഉം 2ഉം ശരി ആണ് ഉത്തരം. 1ഉം 2ഉം ശരി എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ 70 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഈ 70 ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 70 ചോദ്യങ്ങൾ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 70 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളൊരു 30 ചോദ്യങ്ങൾ കൂടെ പഠിക്കും ഇന്ന്. ഇത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ ഈ കണ്ട 70-നകത്ത് ഉൾപ്പെടാത്ത കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കേട്ടോ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പർവ്വത ഭാഗത്ത് നിന്ന് നദികൾ കൊണ്ടുവരുന്ന ഭാരമേറിയ ഉരുളൻ കല്ലുകൾ കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിലെ മേഖല ഏത്? ഏതാണ് ആൻസർ? ബാബറാണ്. ഉരുളൻ കല്ലുകൾ കാണപ്പെടുന്ന സ്ഥലം. ചതുപ്പുകൾ കാണപ്പെടുന്നത് ടെറായി അല്ലെ? ചതുപ്പ്. വെള്ളക്കെട്ടുള്ള സ്ഥലം, നനവുള്ള പ്രദേശം എന്നൊക്കെ ചോദിച്ചാൽ ടെറായി. ദ്വാറും മൃഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആരുമായിട്ട്? സമുദ്രവുമായി ബന്ധപ്പെട്ടതല്ല. ദ്വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവാലിക് മലനിരകളുടെ തുടർച്ചയെ വിളിക്കുന്ന പേരാണ് ദ്വാർ. അല്ലെങ്കിൽ ശിവാലിക് മലനിരയുടെ അഭാവത്തിൽ ആസാമിലും അരുണാചൽ പ്രദേശിലൊക്കെ ഉള്ള ആ ഒരു മൺകൂനകളുടെ പേരാണ് ദ്വാർ. മൃഗം എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ല. ഉത്തര മഹാസമതലത്തിലെ പഞ്ചാബ് ഹരിയാന സമതലത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ശരിയാണ്. സിന്ധു നദിയും പോഷക നദികളും ചേർന്ന് നിർമ്മിക്കുന്നു. ശരിയാണ്. ധാരാളം ഡോബുകൾ കാണപ്പെടുന്നു. ശരിയാണ്. ഡോബ് എന്ന് വെച്ചാൽ 2 നദികൾക്കിടയിലുള്ള ഇടുങ്ങിയ എക്കൽ നിക്ഷേപത്തെ വിളിക്കുന്ന പേരാണ് ഡോബ്. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ സമുദ്രം തെറ്റാണ്. അപ്പോൾ ഇതാണ് ആൻസർ, ഓപ്ഷൻ ഡി അല്ലേ? കാരണം ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പോർഷൻ ഗംഗാ സമുദ്രമാണ്. ശരിയായ ചേരുംപടി ചേർക്കുക. അടുത്തത് ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ. ശരിയാണ്. ഷിംല ഹിമാചൽ പ്രദേശ്. ശരിയാണ്. മസൂറി ഉത്തരാഖണ്ഡ്. ശരിയാണ്. ഗുൽമർഗ് ജമ്മു കാശ്മീർ. ശരിയാണ്. കുളു ഹിമാചൽ പ്രദേശ്. ശരിയാണ്. ഏതെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, എല്ലാം ശരിയാണ്. 1, 2, 3, 4, 5 എന്നുള്ളത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി
ശരിയായ പ്രസ്താവന ഏതല്ല? സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില ചുരം വഴിയാണ്. ശരിയാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ചുരം. ശരിയാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ശരിയാണ്. കർദുങ്ല, ഉംലിംഗ്ല എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ശരിയാണ്. അതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടോ? സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില വഴിയാണ്. ശരി. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ലിപ്പുലേഖ്, സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന നാഥുല, കർദുങ്ല, ഉംലിംഗ്ല എന്നിവ ലഡാക്കിലാണ്. എല്ലാം ശരി എന്നുള്ളത് ഓപ്ഷൻ ബി അല്ലെ. 1, 2, 3, 4 ശരി. ഇനി അടുത്ത ചോദ്യം. ആരവല്ലിക്കും വിന്ധ്യാനിരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഞാൻ പറഞ്ഞായിരുന്നു. ആരവല്ലി വിന്ധ്യാനിരകൾക്കായി ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മാൾവ പീഠഭൂമിയാണ് കേട്ടോ. ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഇത് മാൾവ. മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ചോദിച്ചാൽ അറിയാമല്ലോ. ചമ്പല്, ബത്തുവ, കെന്ന്, സിന്ധ് ഇതെല്ലാം മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. ബാഡ് ലാൻഡ് കാണപ്പെടുന്ന പീഠഭൂമിയാണ്. ബാഡ് ലാൻഡ്സ് കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഇത് മാൾവ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് ഏത് ശിലകളുടെ അപക്ഷയം മൂലമാണ്? നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഗ്രാനൈറ്റ്, ഷെയ്ല്, ബസാൾട്ട്, ചുണ്ണാമ്പ് കല്ല്. ആൻസർ ഏതാണ്? ബസാൾട്ട് ആണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞ് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം സംഭവിച്ചിട്ടാണ് എന്നുള്ളത് ഓർക്കുക. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി, കൊടൈക്കനാൽ, നീലഗിരി, ദോഡബെട്ട. ഏതാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്? നിസ്സംശയം നമുക്ക് പറയാം, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. എവിടെ ആനമുടി വരുന്നത് അറിയാമല്ലോ? ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അതുപോലെ തന്നെ ദേവികുളം താലൂക്കിലാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. 8 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നത് ലക്ഷദ്വീപ്, മാലദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, രാമേശ്വരം, ശ്രീലങ്ക, ലക്ഷദ്വീപ്, മൗറീഷ്യസ്. ഏതാണ് 8 ഡിഗ്രി വേർതിരിക്കുന്നത്? ലക്ഷദ്വീപ്, മാലദ്വീപാണ്. ആൻഡമാൻ നിക്കോബാർ 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് ഏത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിൽ വരുന്ന ബാരനാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ചർച്ചയൊന്നും വേണ്ട. നർക്കോണ്ടം ഒരു ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വത ദ്വീപ് എന്ന ഗണത്തിൽ പെടുന്നതാണ് നർക്കോണ്ടം. അതും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് വീണ്ടും വന്നിരിക്കുന്നു, ബാരൻ കേട്ടോ. ഉത്തരം ആവർത്തിക്കപ്പെട്ടതാണ് ആ ചോദ്യം തന്നെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്? ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ലെങ്ചൻ കമ്പാവ് അല്ല. അത് സത്ലജ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് ലൂയിത്ത്. ബ്രഹ്മപുത്ര ആസാമിൽ അറിയപ്പെടുന്ന പേരാണ് ഏകദേശം ലൂയിത്ത്. ബ്രഹ്മപുത്രയുടെ പഴയ പേരാണ് ലോഹിത്ത്. അതിൽ നിന്നാണ് ഈ ലൂയിത്ത് കിട്ടിയേക്കുന്നത്. പിന്നെ ജമുന. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ഏത്? ജമുന. പിന്നെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ കേട്ടോ. യാർലുങ് സാങ്പോ. പ്യൂരിഫയർ, ശുദ്ധീകരിക്കുന്നവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കേട്ടോ. ഇനി ഭഗീരഥി, അളകനന്ദ എന്നീ നദികൾ കൂടിച്ചേർന്ന് ഗംഗയായി മാറുന്നത് എവിടെ വെച്ചാണ്? ഹരിദ്വാർ, ദേവപ്രയാഗ്, ഋഷികേശ്, കർണപ്രയാഗ്. എവിടെ വെച്ചിട്ടാ ഭഗീരഥി, അളകനന്ദയും കൂടിച്ചേർന്ന് ഗംഗയായി മാറുന്നത്? ദേവപ്രയാഗാണ്. ദേവപ്രയാഗ് എവിടെ വരും? ദേവപ്രയാഗ് എവിടെ? ഉത്തരാഖണ്ഡില. ദേവപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഭഗീരഥി, അളകനന്ദയും കൂടിച്ചേർന്ന് എന്തായി മാറുന്നത്? ഗംഗയായി മാറുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗാ നദി പർവ്വതങ്ങൾ വിട്ടൊഴിഞ്ഞ് ഹില്ലി ടെറൈൻ വിട്ടൊഴിഞ്ഞ് പ്ലെയിൻസിലേക്ക്, സമതലങ്ങളിലേക്ക് എത്തുന്നത് അല്ലെ. ആ നദി അതിന്റെ ഹില്ലി ടെറൈൻ ഉപേക്ഷിച്ച് സമതലങ്ങളിലേക്ക് എത്തുന്നത് ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഋഷികേശ് നദി ഒഴുകിപ്പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ അല്ല. സാങ്പോ ബ്രഹ്മപുത്ര ടിബറ്റ് അറിയപ്പെടുന്ന പേരാ. ജമുന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാ. യമുന ഗംഗയുടെ ഒരു പോഷക നദിയാണ്. പിന്നെ ആൻസർ ഏതാണ്? പത്മ. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചാൽ ഏതാണ്? പത്മയാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥാനം ഏതാണ്? ഹരിദ്വാർ, ഋഷികേശ്, പ്രയാഗ്രാജ്, കാൺപൂർ. ഏതാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം? പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജ് എവിടെ വരുന്നത്? ഉത്തർപ്രദേശിലെ അലഹബാദ് ജില്ലയിലാണ്. അലഹബാദിന്റെ പുതിയ പേരാണ് എന്ത്? പ്രയാഗ്രാജ്. ഇവിടെയാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം. ഇവിടെയാണ് കുംഭമേള സംഘടിപ്പിക്കപ്പെടുന്നത്. കുംഭമേള 144 വർഷത്തിലൊരിക്കലുള്ള മഹാകുംഭമേളയും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന നോർമൽ കുംഭമേളയും 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അർദ്ധകുംഭമേളയും പ്രയാഗ്രാജിൽ നടക്കാറുണ്ട്. താഴെ പറയുന്നവരിൽ സിന്ധു നദിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് സിന്ധു. തെറ്റ്. ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ജലമാണ്. സിന്ധു നദി പർവ്വതങ്ങൾ വിട്ടൊഴിയുന്നത് പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചാണ്. ശരിയാണ്.
ലഡാക്ക് നിരകളുടെയും സസ്കർ നിരകളുടെയും ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ശരിയാണ്. 2, 3 ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ജഹാംഗീർ, നൂർജഹാൻ എന്നിവരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? രവി, ബിയാസ്, ചിനാബ്, ജലം. ഏതാണ് ആൻസർ? രവിയാണ് അല്ലെ. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി. പാകിസ്ഥാനിൽ രവി നദീ തീരത്താണ് ജഹാംഗീറിന്റെ നൂർജഹാന്റെ ശവകുടീരങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. രവി നദിയിലാണ് തെയിൻ അണക്കെട്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. തെയിൻ അണക്കെട്ട് കേട്ടോ. രഞ്ജിത്ത് സാഗർ അണക്കെട്ടെന്നും അതറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാമായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയിൽ. സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഒഡീഷയിൽ സംബാൽപൂർ എന്ന ജില്ല കേട്ടോ. അവിടെ മഹാനദിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബും, ടെല്ലും, ഷിയോനാദും ഒക്കെ. നെക്സ്റ്റ്. കൊയ്ന, മൂസി എന്നീ നദികൾ ആരുടെ പോഷക നദികളാണ്? കൊയ്ന, മൂസി, കൃഷ്ണ, നമ്മുടെ ഭീമ, തുംഗഭദ്ര തുടങ്ങിയ നദികളൊക്കെ ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദികളാണ്. കൊയ്നയും മൂസിയൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഹൈദരാബാദിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഹൈദരാബാദിന്റെ നദിയാണ്, അല്ലെങ്കിൽ ഹൈദരാബാദിലൂടെ ഒഴുകുന്ന നദിയാണ് മൂസി. ഈ മൂസി നദി തീരത്താണ് ഹൈദരാബാദ് ഉള്ളത്. മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ് കൊയ്ന നദി. അവിടെ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. കൊയ്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്രയുടെ ജീവരേഖയാണ് ഈ കൊയ്ന എന്ന് പറയുന്നത്. ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്ന ഉപദ്വീപ നദി ഏത്? സുവാരി, കൊയ്ന, കാവേരി, ഭീമ. ഏതാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്ന ഉപദ്വീപ നദി? കാവേരിയാണ് അല്ലെ. കുടക് ജില്ലയിൽ, കർണാടകയിലെ കുടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിലാണ് കാവേരി ഉത്ഭവിക്കുന്ന. സ്ഥലത്തിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. തലക്കാവേരി എന്നറിയപ്പെടുന്നു ഉത്ഭവസ്ഥാനം കേട്ടോ. തലക്കാവേരി. ഇനി താഴെ പറയുന്നവയിൽ കൃഷ്ണ നദിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ നദിയാണ് കൃഷ്ണ. ശരിയാണ്. ഗോദാവരി കഴിഞ്ഞാൽ രണ്ടാമത്തത്. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. ശരിയാണ്. അൽമാട്ടി, ശ്രീശൈലം, നാഗാർജുന സാഗർ എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ശരിയാണ്. അപ്പൊ വിജയവാഡ പട്ടണം, അൽമാട്ടി, ശ്രീശൈലം, നാഗാർജുന സാഗർ. അൽമാട്ടി കർണാടക എന്നറിയാമല്ലോ. ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ്. നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറാണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ നദിയാണ് കൃഷ്ണ. 1400 കിലോമീറ്റർ നീളം. അർത്ഥഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ. 3 വിശേഷണം. അർത്ഥ, തെലുങ്കു, പാതാള കേട്ടോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കൃഷ്ണനെയാണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നിവ ഇന്ത്യയിലെ ഏത് അയിരിന്റെ ഖനന മേഖലകളാണ്? പേരിൽ തന്നെ നമ്മളിത് സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ദുർഗ്, സുന്ദർഗഡ്, മയൂർഭഞ്ച് ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പയിരുമായി ബന്ധപ്പെട്ട ഖനന മേഖലകളാണ് ഇന്ത്യയിലെ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പയിരുമായി ബന്ധപ്പെട്ട ഖനന മേഖലകൾ. കൽക്കരിയുമായി ബന്ധപ്പെട്ടത് ഓർമ്മയുണ്ടോ? റാണിഗഞ്ച്, ജാരിയ, ഇതെല്ലാം കോർബ, ഇതെല്ലാം കൽക്കരിയുമായി ബന്ധപ്പെട്ട ഖനന മേഖലകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? വീണ്ടും വീണ്ടും ഈ ചോദ്യം വന്നു നമ്മുടെ മുമ്പിലേക്ക് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാർഖണ്ഡിലെ ജാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജാരിയ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44 ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതാണ് NH66. NH44 ബന്ധിപ്പിക്കുന്നത് കന്യാകുമാരിനെ എങ്ങോട്ടേക്കാ? ശ്രീനഗറിലേക്കാ, കാശ്മീരിലെ കേട്ടോ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് ഈ പറഞ്ഞ NH44 അറിയപ്പെടുന്നു. ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല. കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയത് 66 ആണ്. അത് കന്യാകുമാരിനെ പനവേല്, മഹാരാഷ്ട്രയിലെ പനവേലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ദേശീയപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പഴയ നമ്പർ സിസ്റ്റം പ്രകാരം. പഴയ നമ്പർ സിസ്റ്റവും പുതിയ നമ്പർ സിസ്റ്റവും ഓർക്കുന്നത് നല്ലതാണ്. പഴയ നമ്പർ സിസ്റ്റം പ്രകാരം അട്ടാരി, അട എന്ന് ഓർത്താൽ മതി. അട്ടാരി ഡൽഹി കേട്ടോ. ഡൽഹി, അട്ടാരി ഡൽഹി. അതാണ് പഴയ നമ്പർ സിസ്റ്റം പ്രകാരം 1 ഡൽഹി അട്ടാരിയാണ് കേട്ടോ. പിന്നെ അടുത്തത് 2 ബന്ധിപ്പിക്കുന്നത് പഴയ നമ്പർ സിസ്റ്റം പ്രകാരം ഡൽഹി കൊൽക്കത്തയാണ് കേട്ടോ. ഡൽഹി കൊൽക്കത്ത, കൊട എന്ന് ഓർത്താൽ മതി. മുംബൈ ആഗ്രയാണ് ദേശീയപാത 3 പഴയ നമ്പർ സിസ്റ്റം പ്രകാരം. പുതിയത് പ്രകാരം 1 ജമ്മുവിലെ ഉറി തൊട്ട് ലഡാക്കിലെ ലേ വരെ. 2 ആസാമിൽ ഗുവാഹത്തി തൊട്ട് ആസാം ടു എവിടം വരെയാണ്? മിസോറാം വരെയാണ്. തുയ്പാങ് എന്ന് പറയുന്ന സ്ഥലം വരെ. ഇതാണ് പുതിയ നമ്പർ സിസ്റ്റം പ്രകാരമുള്ള 1, 2 കേട്ടോ. പഴയ നമ്പർ സിസ്റ്റം പ്രകാരമുള്ളതും കൂടെ ഓർത്തേക്കണം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഏതാ? സിയാച്ചിൻ ഹിമാലയുടെ അങ്ങേ അറ്റം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ദിരാ കോൾ. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം എന്നറിയപ്പെടുന്നത്. ഇന്ദിരാ കോൾ. തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്.
ആ ഇന്ദിരാ കോള് എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിലാണ്, കാരക്കോറം നിരകളിലാണ്, ലഡാക്ക് എന്ന പ്രദേശത്ത്, കേന്ദ്രഭരണ പ്രദേശത്ത് കാരക്കോറം റേഞ്ചിലാണ്, കാരക്കോറം റേഞ്ചിലുള്ള സിയാച്ചിൻ ഹിമാലയിലാണ് ഈ ഇന്ദിരാ കോൾ ഉള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തോണം. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം ഏത്? ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം ലഡാക്കിൽ തന്നെയുള്ള ദ്രാസ് ആണ്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്താണ് ദ്രാസ് എന്ന ഏതുള്ളത് പ്രദേശമുള്ളത്. അതാണ് ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാടിനാണ്. ആർക്കാണ്? തമിഴ്നാടിനാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഏത് കാലത്താ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. വടക്കിഴക്കൻ മൺസൂൺ കാലത്തെ കേരളത്തിൽ വിളിക്കുന്നത് എന്താണ്? തുലാമഴക്കാലം എന്നാണ്. തുലാമഴക്കാലം എന്നാണ്. ഏതൊക്കെ മാസങ്ങളിലാണ് ഇതുള്ളത്? ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. ചിലപ്പോൾ ഇത് ഡിസംബർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പുസ്തകത്തിലുള്ളത് പഠിച്ചാൽ മതി. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. ഈ സമയത്ത് പകൽ സമയത്ത് ചൂടിനെ വിളിക്കുന്ന പേരാണ് ഒക്ടോബർ ഹീറ്റ്. ഒക്ടോബർ ഹീറ്റ് എന്നതിനെ വിളിക്കുന്നു കേട്ടോ. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിൽ എത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആര്? ഞാൻ പറഞ്ഞായിരുന്നു ഇതിനെപ്പറ്റി നേരത്തെ. ജെറ്റ് പ്രവാഹങ്ങളാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് വടക്കേ ഇന്ത്യയിൽ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. ആ മഴയ്ക്ക് കാരണമാകുന്നത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളെ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ മഴ നമുക്ക് കിട്ടുന്നത്. ഈ ടോട്ടൽ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥതയ്ക്ക് കാരണമായ പ്രധാന അല്ലെങ്കിൽ സഹായിക്കുന്ന ആരാണ്? ജെറ്റ് പ്രവാഹങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ ഏത്? രേഖാംശ രേഖ ലാറ്റിറ്റ്യൂഡാ ചോദിച്ചേക്കുന്നത്, സോറി ലോഞ്ചിറ്റ്യൂഡാ ചോദിച്ചേക്കുന്നത്. രേഖാംശ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖാംശ രേഖ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്, കിഴക്കാണ്. ഇതിനെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മാനക രേഖാംശം, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഓക്കെ, ഇത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിലെ അലഹബാദിലുള്ള മിർസാപൂര് എന്ന സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അലഹബാദിലുള്ള മിർസാപൂര് കേട്ടോ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ചോദിക്കുമ്പോൾ ഇത് പറയണം. 23.5 ഡിഗ്രി വടക്ക്. ഇതിനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നത്. ഇത് 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവിടെ കിഴക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ പോയി. 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖാംശ രേഖ. മറക്കരുത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് ഗ്രീൻവിച്ച് മെറിഡിയൻ 0 ഡിഗ്രി എന്നറിയപ്പെടുന്ന ഗ്രീൻവിച്ച് മെറിഡിയനുമായിട്ട് ഇതിന്റെ വ്യത്യാസം 5.5 മണിക്കൂറാണ്. നമ്മൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. മനസ്സിലായില്ലേ? നമ്മൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. അടുത്ത ചോദ്യം, കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനം കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? കാശ്മീർ താഴ്വര, ആസാം സമതലം, ഗംഗാ സമതലം ഇവയൊന്നുമല്ല. ഉത്തരം ഏതാണ്? കാശ്മീർ താഴ്വരയാണ്. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കരേവ മണ്ണിനം കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലാണ്. എന്താണ് കരേവ എന്ന് പറഞ്ഞാൽ? നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണും അതുപോലെ തന്നെ ഹിമാനികളുടെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കൂടിക്കലർന്ന് രൂപപ്പെടുന്ന മണ്ണാണ് ഏത്? കരേവ. അത് കാശ്മീർ താഴ്വരയിൽ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യയിൽ കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഈ മണ്ണെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ ആദ്യം 70 ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളെ പരിശീലിപ്പിച്ചു. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിചാരം അതാണ് മനസ്സിൽ. ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരീക്ഷ എഴുതുന്ന എൻട്രി ആപ്പിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് യൂട്യൂബ് ക്ലാസ്സുകളെങ്കിലും കാണുന്ന, കൃത്യമായി ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ലൈവ് ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ 4 മണിക്കൂറിൻ്റെയൊക്കെ ലൈവ് ക്ലാസ് തന്നെ ഒരു 3 എണ്ണമെങ്കിലും എടുത്തിട്ടുണ്ട്. 12 മണിക്കൂർ തന്നെ ലൈവ് ക്ലാസ് ഞാൻ ജോഗ്രഫിക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ മതിയാവും. പിന്നെ അതല്ലാതെ ഉള്ള മറ്റ് ക്ലാസ്സുകൾ, ലൈവ് അല്ലാതുള്ള മറ്റ് റെക്കോർഡഡ് സെഷൻസ് തുടങ്ങി അങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് ധാരാളം ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എൻട്രി ആപ്പിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളതെല്ലാം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ജോഗ്രഫിയിൽ നിന്ന് മാർക്ക് നിങ്ങൾക്കൊരു പുതിയ വിഷയമല്ല ഇനി ജോഗ്രഫി എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത പരീക്ഷയിലും ആ ഒരു വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരിട്ട് ഞാൻ പലരെയും കാണാറുണ്ട് എൻട്രി ആപ്പിൻ്റെ സ്റ്റുഡൻസ് യാത്രയിലൊക്കെ. അവരൊക്കെ പറയുന്നത് സാറ് ജോഗ്രഫി ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വിഷയമാണ്. പലരും ജോഗ്രഫി മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിപ്പിക്കുന്നവരുണ്ട്, സെൻറ്ററുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ PSC സെൻറ്ററിലൊക്കെ പോയി ജോഗ്രഫി പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ട്. അപ്പോൾ അവർ പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ജോഗ്രഫി എന്ന് എന്നോട് നേരിട്ട് ചിലരുടെ അനുഭവ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഒരു
ബുദ്ധിമുട്ടില്ലാത്ത വിഷയമാക്കി മാറ്റാനായിരുന്നു എൻ്റെ ശ്രമം. ആ ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ആപ്പിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കട്ടെ. ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അവിടെയൊക്കെ നിങ്ങൾക്ക് വീഴാതെ, ഒരു തളർച്ച പറ്റാതെ, തോൽവി സംഭവിക്കാതെ വിജയത്തിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.